നിറവ് ആമേ ലക്ഷ്യമാക്കി ആരാധനയോടെ പ്രാർത്ഥനയോടെ കടന്നു വന്നവരോട് എല്ലാവരും വാക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ പ്രകാരത്തിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനായി ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി, എത്രയോ ആപത്തിൽ കൂടെ നമ്മൾ കടന്നുപോയി, എത്രയോ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കടന്നു വന്നു. അന്ന് നാം അറിയാതെ അറിഞ്ഞൊക്കെ എത്രയോ രോഗങ്ങൾ ആമേ സ്തോത്രം ഹല്ലേലൂയ കടന്നു വന്ന് കാണും, ഉണ്ടായി കാണും. അതിലൊക്കെ ദൈവ സൗഖ്യം തന്നു. നമ്മൾ അറിയാതെ നമ്മളെ തൊട്ട് സൗഖ്യമാക്കിയ ആ കർത്താവിനെ നമുക്ക് വാൽക്കാൻ ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആരാധനയാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. കാൽവറിയിൽ നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കർത്താവ്, നമുക്ക് വേണ്ടി ഇന്നേക്കും ജീവിക്കുന്ന കർത്താവ്, കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തിലേക്ക് നമുക്ക് രാവിലെ അടുത്ത് വരാം. കർത്താവെ, ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. അകത്യങ്ങൾ ഓർമ്മ വെച്ചാൽ ആർക്കും നിൽക്കുവാൻ കഴിയില്ല കർത്താവെ. ഹല്ലേലൂയ. എല്ലാവരും ആത്മാവോട് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വായി നിറഞ്ഞു കവിയുന്ന സ്തോത്രത്തോടെ ദൈവത്തെ തോൽക്കാലം നമുക്ക് സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ, അങ്ങേക്ക് നന്ദി യേശുവേ. ഞങ്ങളെ നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ചല്ലോ, ഞങ്ങളെ കരുതിയല്ലോ. ഹല്ലേലൂയ. ജീവൻ ഭക്തിക്ക് വേണ്ട നന്മകളെല്ലാം ഞങ്ങൾക്ക് വിവരിക്കല്ല കർത്താവെ. അവൻ നിങ്ങൾക്കായി കരുതുക സകല ചിന്താകുലവും അവന്റെ വിട്ടുകൊള്ളുവിൻ നിങ്ങൾക്ക് കൽപ്പിച്ചല്ലോ കർത്താവ്. ഞങ്ങളുടെ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും എല്ലാം അവിടുത്തെ കരുത്തിലേക്ക് തീരുന്ന കർത്താവ്. എല്ലാം മറന്നങ്ങയെ ആരാധിക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അയോഗ്യതകളെല്ലാം ദൈവം ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാക്കൾക്ക് തുണ നിൽക്കണമേ കർത്താവ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം വൽക്കാൻ വിടിയാക്കണമേ. ജൂഡാര ശബ്ദനെ ദീപന വൈഡര ദീപാലകസ്യ ദൈവശക്തിയുടെ വ്യാപരിക്കുന്ന സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ കർത്താവെ. അപ്പാ, അതിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം കർത്താവെ. ഇതിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലും ദൈവ സാന്നിധ്യം ആമേൻ ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ കർത്താവ്. ഈശോയിൽ ഉളങ്കാട് വരെ അത്തീ ഞങ്ങളെ വൽക്കാൻ നിറയ്ക്കണമേ. ആ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. യേശുവിൻ നാമത്തിൽ ദൈവശക്തി വിരോധങ്ങളെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടപോരുകളുടെ മേലും സകല രോഗബന്ധനങ്ങളുടെ നിങ്ങൾ ജയമെടുക്കുന്ന കർത്താവെ. ഞാൻ പടക്കൂട്ടത്തിനെ പാഞ്ഞിട്ട് ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. ഓ പരിശുദ്ധകരം ചലിക്കുന്നവനായി സ്തോത്രം കർത്താവെ. രോഗത്തിൽ കിടക്കെല്ലാം മാറ്റി വിധിക്കുന്നു. അവൻ നിന്റെ പാപങ്ങളൊക്കെ മോചിച്ച് സാഹചര്യമൊക്കെ സൗഖ്യമാക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ മോചിക്കുന്ന ദൈവമേ, അവൻ ഞങ്ങളെ സൗഖ്യമാക്കുന്നവനെ രാവിലെ സൗഖ്യത്തോടെ വിടുതലോടെ കർത്താവെ ആത്മ സാന്നിധ്യത്തോടെ സന്നിധി ബോധത്തോടെ ഞങ്ങളെ ഇരുത്തുമാറാകണമേ. ദൈവസ്നേഹത്തിനടുത്തേക്ക് ഞങ്ങൾ അടുത്തു വരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഇന്നത്തെ ആരാധന കർത്താവെ സ്തോത്രം. ദൈവത്തിന്റെ കേൾവി സങ്കീർത്തന ധ്യാനം എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവം സഹായിക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് നിലവിടുമാറണമേ. ഭവനത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവരും കർത്താവിന്റെ കാര്യം വെക്കണമേ കർത്താവെ. ഇവിടെ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിലുള്ളവർ അനുഭവിച്ചറിയുവാൻ വൈഡാരകന ശബ്ദരാധന അതിവേഗം ഓടുന്ന ദൈവശക്തി ദൈവവചനം അത് സൗഖ്യമായി തീരട്ടെ കർത്താവെ. ചൂടാര ശബ്ദാര അർദ്ധരാറകൾ ഘടകം കർത്താവെ. ഭരണിൽ നടക്കുന്ന എല്ലാ വേർപെട്ട ആരാധന കുട്ടികൾക്കായി സ്തോത്രം. ദൈവദയ സാകുന്ന എല്ലാ ഇടങ്ങളിലും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കും മറക്കണമേ. കഴിഞ്ഞ ദിവസം മക്കൾക്കായി സ്തോത്രം. അവരെ പേര് വീണ്ടും കല്യാണം ഏൽപ്പിക്കുന്ന കർത്താവ്. കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ട കർത്താവെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് കരുതണം, സൂക്ഷിക്കണം. ദൈവശക്തിയോടെ അന്ത്യം വരെ നിൽക്കുവാൻ ഞങ്ങളെല്ലാം കർത്താവ് സഹായിച്ചാട്ട്. പൂർവ്വം ക്ഷമിക്കണം. ബലഹീനതകൾ ഓർക്കരുത്, പാപങ്ങൾ ഓർക്കരുത് കർത്താവെ. ഹല്ലേലൂയ. കരുത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാം നന്നായി ചെയ്യണം. പ്രാർത്ഥനയായി സ്തോത്രം. ആദ്യോടൊന്നും അവിടുത്തെ ആത്മാവ് ഭരിച്ചു നടത്തുമാറണം. എല്ലാ ശുശ്രൂഷകളും കർത്താവ് ആദരിക്കണം. ആലയ പരിസരങ്ങളിൽ അങ്ങേക്ക് വിശുദ്ധമാക്കുമാറണം. ആപത്ത് അനർത്ഥങ്ങൾ കർത്താവ് ആലയം വിട്ട് മാറട്ടെ. രോഗങ്ങളിൽ ഭവനം വിട്ടും അവൻ ആലയം വിട്ട് മാറുവാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ ആത്മാവിന്റെ ശക്തിയോടെ ഞങ്ങളെ നടത്തിക്കാതെ കർത്താവെ. സാന്നിധ്യം ഉറങ്ങണം. പ്രാർത്ഥനയാൽ നികടനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് വൽക്കാലം നമുക്ക് കൂടി വരാൻ കർത്താവ് സഹായിച്ചൊക്കെ ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ്, കർത്താവിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. സ്തോത്രം. കഷ്ടങ്ങളുടെ മധ്യത്തിൽ പാട്ടുപാടുവാൻ ആമേൻ പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവം സഹായിക്കുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രാവിലെ കാലം ആമേൻ ചില പാട്ടുകൾ പാടുന്ന ദൈവത്തെ സ്വീകൃതി ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന പാട്ട് മാത്രം ഇവിടെ പാടുന്നുള്ളൂ. എല്ലാവരും ആത്മനിറവോടെ നമ്മുടെ കർത്താവിനെ ഉയർത്തേണ്ടതും നമ്മുടെ കർത്താവിനെ ആരാധിക്കേണ്ടതും നമ്മുടെ കടപ്പാടും കടമയുമാണ്. സ്തോത്രം. കർത്താവിന്റെ വരവ് വരെ അവനെ ആരാധിക്കേണ്ടത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമുക്ക് ആമേൻ സ്തോത്രത്തിൽ ചില പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
ചേർന്ന് പാടിക്കാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകജാതനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകജാതനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാനുള്ള നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ
ശ്രേഷ്ഠതയാണ്. ആരും പറയാതെ തന്നെ ഒരു ഭക്തന് ദൈവത്തെ ആരാധിക്കാൻ കഴിയണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നന്മകൾ ചെയ്തുകൊണ്ടല്ല ദൈവമക്കളെ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച ദൈവത്തെ സൂക്ഷിച്ചതുകൊണ്ടല്ല, അതുകൊണ്ട് മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. രാവിലെ കാലം നമുക്ക് വേണ്ടി ജീവൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന, ലോകത്തിൽ ആർക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയാതിരുന്നപ്പോൾ, ആർക്കും നമുക്ക് വേണ്ടി മരിക്കാൻ കഴിയാതിരുന്നപ്പോൾ നമ്മുടെ ജീവനെ തേടി വന്നു, നമ്മുടെ ശരീരത്തെ കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ ആത്മാവിന് സ്വസ്ഥത തരാമെന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് വിളിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിക്കുന്നത് നിത്യത വരെ ഹല്ലേലൂയ തുടരുവാനാണ് ഈ ആരാധന. സ്തോത്രം. അതുകൊണ്ട് ഒരു ഭക്തന് ദൈവത്തെ ആരാധിക്കുന്നത് അവൻ എന്താന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, അവൻ കടമയേക്കാൾ അപ്പുറമായി പറഞ്ഞ് അതിനെപ്പറ്റി ഒന്ന് പറയാൻ വാക്കുകൾ രാവിലെ കാലം നമുക്ക് ലഭിക്കത്തില്ല. അത്രയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ. ആമേൻ, ഹല്ലേലൂയ. രാവിലെ കാലം ഒരുക്കത്തോടെ കടന്നുകൊണ്ട് ദൈവമക്കളെ നമുക്ക് ദൈവത്തെ സ്തുതിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അവൻ വെറുതെ ആരും ഇവിടെ ഇരിക്കരുത്. അവൻ ദൈവസ്ഥലം നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു മാത്രം ഇന്നത്തെ ആരാധന ഇവിടെ തുടരുന്നുണ്ടെങ്കിൽ ആമേൻ, നമുക്കറിയാമല്ലോ നിത്യതയിൽ നമ്മുടെ ചെന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുവാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും എല്ലാം ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കാനായിട്ട് ഇടയായി തീരും. രാവിലെ അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ ദൈവമക്കളെ. സ്തോത്രം. എല്ലാവരുടെയും പ്രാർത്ഥനയോടെ ആമേൻ. ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പഴയ പാട്ടുകളാണ് ഇവിടെ പാടുന്നത്. അതുകൊണ്ട് എല്ലാവരും ദൈവം ആമേൻ ഉദാസീനത വിചാരിക്കാതെ കർത്താവിനെ മാത്രം ഓർത്ത് ദൈവ സാന്നിധ്യത്തെ മാത്രം തിരിച്ചറിഞ്ഞ് നമുക്ക് പാടാം ചില പാട്ടുകൾ കൂടെ. ഹല്ലേലൂയ. തള്ളയെപ്പോൽ നമുക്കുള്ളോരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. തള്ളയെപ്പോൽ നമുക്കുള്ളോരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ളാമൊരുകുന്നൻ ചങ്കോതകയുന്നൻ കണ്ണുനീരയുന്നൻ രക്ഷകനേ. ഉള്ളാമൊരുകുന്നൻ കണ്ണുനീരയുന്നൻ ചങ്കോതകയുന്നൻ രക്ഷകനേ. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സ്വർഗസിംഹാസനം താതന്റെ മാർവകം ദൂതന്മാർ സേവനം വിട്ടൻ പേർക്കായി. സ്വർഗസിംഹാസനം താതന്റെ മാർവകം ദൂതന്മാർ സേവനം വിട്ടൻ പേർക്കായി. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ, ശാപം ശിരസതിലേറ്റിടുവാൻ. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ, ശാപം ശിരസതിലേറ്റിടുവാൻ. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. എന്തോരു സ്നേഹമീ സാധുവയോ തുനി സന്താപസാഗരം തന്നിൽ വീണു. എന്തോരു സ്നേഹമീ സാധുവേ ഓർത്തുനി സന്താപസാഗരം തന്നിൽ വീണു. എന്നെ വിളിച്ചു നീ എന്നേടു തുനിഞ്ഞോ മന പൈതേ
എന്നെ വിളിച്ചു നീ എന്നെ തുമിന്നോ മാന പൈതല തീർക്കേണമേ. പൊന്നേശു തമ്പുര നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുര നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമോ കേയും തീർത്തിടും ഞാൻ. കല്യാണശാലയിൽ എന്നെ കേയും തീർത്തിടും ഞാൻ. ശീഘ്രം വരും എന്റെ കാന്തൻ വരും എന്നിലുല്ലാസമായി ബഹുകാലം വാഴാൻ. ശീഘ്രം വരും എന്റെ കാന്തൻ വരും എന്നിലുല്ലാസമായി ബഹുകാലം വാഴാൻ. പൊന്നേശു തമ്പുര നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുര നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. സ്വർഗസിംഹാസന താനെന്റെ മാർവനം ദൂതന്മാർ സേവയിൽ വിട്ടൻ പേർക്കായി. ദാസനെ പോലെ ജീവിച്ചു പാപിയ ശാപം ശിരസതിലേറ്റിടുവാൻ. ദാസനെ പോലെ ജീവിച്ചു പാപിയ ശാപം ശിരസതിലേറ്റിടുവാൻ. പൊന്നേശു തമ്പുര നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹി ജീവൻ വച്ചു. പൊന്നേശു തമ്പുര നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുര നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. പിതാവില്ലാത്തോർക്കു നല്ലോരു താതനും പെറ്റമ്മയിൽ കാണിഞ്ഞാദ്രവാനും. പിതാവില്ലാത്തോർക്കും നല്ലോരു താതനും പെറ്റമ്മയിൽ കാണിഞ്ഞാദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പനും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പനും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. കല്യാണശാലയിൽ ചെന്റെ സന്താപമൊക്കെയും തീർത്തിടും നാം. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടും നാം. ശീഘ്രം വരും എന്റെ കാന്തൻ വരും എന്നിലുല്ലാസമായി
ബഹുകാലം വാഴാം. ശീഘ്രം വരും എന്റെ കാന്തൻ വരും എന്നിലുല്ലാസമാ ബഹുകാലം വാഴാം. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. ഉള്ളാമുരുകുന്നൻ ചങ്കൂതനയുന്നൻ കണ്ടു നിറയുന്നൻ രക്ഷകനേ. ഉള്ളാമുരുകുന്നൻ ചങ്കൂതനയുന്നൻ കണ്ടു നിറയുന്നൻ രക്ഷകനേ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു യാഗമാണെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം അവൻ വസ്തുവിനെ അർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ഒരു കാര്യം ഉറപ്പായി മനസ്സിലാക്കാൻ കഴിയും. എന്റെ പാപം ക്ഷമിക്കപ്പെട്ടു, ഹല്ലേലൂയ, എന്റെ ശാപങ്ങൾ നീക്കപ്പെട്ടു എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവൻ വളരെ സന്തോഷത്തോടെയാണ് ആ യാഗവസ്തുവിനെ യാഗപീഠത്തിൽ അർപ്പിച്ച് യാഗവസ്തു ചാരമായി തീർന്നു എന്ന് മനസ്സിലാകുമ്പോൾ യാഗമേൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് അറിയാം, അവൻ എന്റെ ശാപമെല്ലാം തീർന്നുപോയി, എന്റെ പാപമെല്ലാം തീർന്നുപോയി. അവൻ ഒരുപക്ഷെ അവൻ ആട്ടുകൊറ്റനോ കാളക്കിടാവോ ആയിരിക്കാം, അവൻ സ്തോത്രം പ്രാകുഞ്ഞങ്ങളായിരിക്കാം, അതൊന്നും അല്ല വിഷയം. അവർക്ക് യാഗവസ്തു ചാരമായി തീർന്നു കഴിയുമ്പോൾ അതെന്തുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ന്യായപ്രമാണ കാലത്ത് സ്തോത്രം അറിയാമല്ലോ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. സ്തോത്രം, ഓരോരുത്തരുടെ ആസ്തി അനുസരിച്ച് അവൻ യാഗപീഠത്തിന്മേൽ അവന്റെ പാപത്തിനൊത്തവണ്ണം അവൻ യാഗത്തിന് വേണ്ടി അവൻ യാഗമൃഗങ്ങളെ കൊണ്ടുവരുമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പഴയ നിയമം മാറി പുതിയ നിയമം വന്നപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. രാവിലെ ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഭാഗ്യവാൻ. അവൻ യാഗം ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ, അവൻ യാഗത്തിന് വേണ്ടി യാഗവസ്തുവിനെ അവൻ ചാരമാകുന്നത് വരെ യാഗവസ്തുവിന്മേൽ കണ്ടുവെക്കുന്നവനാണ് ഭാഗ്യവാൻ. രാവിലെ നമ്മുടെ പലവിധ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ നമ്മുടെ യാഗവുമായി, അതായത് പുതിയ നിയമത്തിൽ സ്തുതി സ്തോത്രങ്ങളാകുന്ന അതര യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ യാഗം പൂർണ്ണമാകുകയാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഒന്നും നമുക്ക് ഉണ്ടാകാതെ നമുക്ക് ആരാധനാലയത്തിൽ കടന്നു പോകാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവമക്കളെ, നമ്മൾ വെറുതെ കൂട്ടായ്മയിൽ കൂടുന്ന അനുഭവം അല്ലെന്ന് രാവിലെ കാലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ആരാധിക്കുന്നവന് അവനറിയാം, എന്റെ കർത്താവ് വരുന്നത് വരെ എന്റെ യാഗം ഹല്ലേലൂയ ഞാൻ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കും. സ്തുതി സ്തോത്രങ്ങളാകുന്ന അതര യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പകൽക്കാലം നമ്മളിൽ പ്രസാദിക്കും. രാവിലെ അടുത്തു വന്നാട്ട് ശബ്ദം കട ഒരു ആത്മനിർഭം പ്രാപിച്ചാട്ട് ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തടസ്സങ്ങൾ ആലയം വിട്ട് മാറട്ടെ. ദൈവശക്തിയുടെ ഇറങ്ങി വരട്ടെ. ആരാധനയുടെ ശക്തിയുടെ വെളിപ്പെട്ട് വരട്ടെ. ദൂതന്മാരുടെ തുനിഞ്ഞു നോക്കുന്ന ആരാധന വെളിപ്പെട്ട് വരുവാൻ ആത്മസംഖ്യ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചും നമ്മുടെ നേടിയെടുത്ത ദൈവശക്തി ആലയത്തിൽ പ്രതിഫലിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ 40 ദിവസങ്ങളുടെ ഭാഗ്യമായി സ്നാനപ്പെട്ടവരൊക്കെയുണ്ട്. അവരെന്ത് നമ്മൾ പ്രാപിച്ചു, ഇന്നത്തെ ആരാധനകൾ വെളിപ്പെട്ട് വരട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാപത്തിനകത്ത് പ്രാപിച്ചത് ഇന്ന് വരെ വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ നാമത്തിൽ
ഓ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ ദൈവത്തിന്റെ തീ കത്തട്ടെ. ഓ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് വൈഡാരകൽക്കടകം ചൂടാരപക്ഷാര അത്തുരാരകൽക്കടകം വൈഡമാന മൈഷ റീവാനമസ്യ റീകാവാന ശാന്താരമ വൈഡമാന റൂണമ ശാന്തല റീവൽ പൗഡാരമസ്യാനമ. ഹല്ലേലൂയ. കർത്താവിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മളെ നടത്തി. നദിയോടെ 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 ദൈവത്തിന്റെ സ്തുതി പറഞ്ഞേ. കർത്താവിന്റെ സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച സമരപ്പിവാസനാകുന്ന സ്തോത്രം സ്തുതിയാഗങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ നാവിൽ നിന്ന് അധരത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ആത്മാവിന്റെ ഭാഷയിൽ നിറഞ്ഞു കവിയട്ടെ. വൈഡാബാന ഊടാലമ ശാന്താരവൽക്കടക ഓ റിവൽ പൗഡ നീകമശരമസ്യ മുട്ടോളമല്ല അരയോളമല്ല നീതി തലാന കടപ്പാൻ കഴിയാത്ത ആത്മനദി ഇറങ്ങട്ടെ. റിവൽ പൗഡാരമസ്യ കല്യാണിയോളമല്ല അവൻ സ്തോത്രം. കല്യാണിയോളം മാത്രം വെള്ളം പൊങ്ങിയാൽ നീതി കടപ്പാൻ അക്കരെ കടപ്പാൻ കഴിയത്തില്ല. കല്യാണിയോളം മാത്രം പൊങ്ങിയാൽ പോരാ. അത് മുട്ടോളമായാലും പോരാ, അരയോളമായാലും പോരാ. ഓ റിവൽ വൈഡൽ കടക ശാന്താരമസ്യ വൈഡാരമ ഉടമന ചൂട ശബ്ദൽ കടക ആത്മപ്രവാഹം ഒഴുകട്ടെ. ആത്മനദി ഒഴുകട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ. ഓ റിഗല വൗഡ അന്തല വൗഷ വൈഡൽ കടക കല്യാണിയോളം മാത്രമുള്ളെങ്കിൽ ദൈവത്തോട് പറകർത്താവേ എനിക്ക് അവൻ മുട്ടോളം എത്താൻ കഴിയണം. ഓ റിഗമ ശബ്ദന് മുട്ടോളം എത്തിയിട്ടുണ്ടെങ്കിൽ പറയണം. അവൻ അരയോളം വേണം. കർത്താവേ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നീന്തി കിടക്കാൻ കഴിയത്തുള്ളൂ. അവൻ കല്യാണിയോളം മാത്രം ആ വെള്ളം പൊങ്ങിയിരുന്നെങ്കിൽ കടക്കാൻ കഴിയത്തില്ലായിരുന്നു. അവൻ ക്രിസ്ത്യൻ പ്രാർത്ഥിക്കുകയാണ്. അല്ല ദൈവമേ എനിക്ക് കല്യാണിയോളം മാത്രം പോരാ. ശാന്താരവ വൈഡാ റൂഡൽ കടക സാന്തൽ പൗഡം കാര്യമൊത്ത പ്രവാചകൻ ആഗ്രഹിച്ചതിനു വേണ്ടി അവൻ അടുത്ത ലെവലിലേക്ക് മുട്ടോളം എനിക്ക് പോകണം. സ്വന്തം അവൻ കല്യാണിയോളം മാത്രമായാൽ എനിക്ക് അക്കരെ കിടക്കാൻ കഴിയത്തില്ല. രാവിലെ ഒരു വർഷം കല്യാണിയോളം മാത്രമായിരിക്കാം. അവൻ സ്വന്തം അതിനൊരു ആത്മനിറം ഓരോ പ്രാപിച്ചത് ദൈവത്തോട് പറ പോരാ. മുട്ടോളം വേണം കർത്താവേ. അവൻ പല മുട്ടോളം പ്രാപിച്ചാൽ മതിയോ? മുട്ടോളം ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അല്ല, അതിനപ്പുറം അരയോളമുള്ള ഒരു സാന്നിധ്യമുണ്ട്. ഒരു പക്ഷേ ഏറെക്കുറെയൊക്കെ പ്രാപിച്ചെന്ന് തോന്നുന്ന സ്ഥിതി അത് അരവരെ എത്തിയെന്ന് നമുക്ക് തോന്നും. അവൻ അരവധി അവരെ എത്തുമ്പോൾ നമുക്ക് തോന്നും അവനെ പ്രാപിച്ചു കഴിഞ്ഞതല്ല. അപ്പുറം കിടപ്പട ദൈവശക്തി വ്യാപരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളെ പ്രാർത്ഥന ജാഗരണങ്ങൾ ഉപവാസങ്ങൾ ഓ മുട്ടോളം മാത്രം എത്തി നിൽക്കുവാനല്ല, അരയോളം മാത്രം എത്തി നിൽക്കുവാനല്ല. നീന്തിട്ടല്ലാതെ കടക്കണം. നീന്തിട്ടല്ലാതെ അപ്പുറം കടക്കാൻ കഴിയാതെന്ന് പറഞ്ഞാൽ നീന്തിയെങ്കിൽ മാത്രമേ അപ്പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. ശാന്ത ശത്രുവിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഹരിയാണിയോളം മാത്രം മതി. അവൻ ഹരിയാണി കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. നിനക്ക് നീതി പ്രതികൂലങ്ങളെ ജയിച്ച് അക്കരെ പോകാൻ പറ്റുമെന്ന് ഹരിയാണിയോളം മാത്രം അത് അനുഭവത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓർത്തോണ്ട് പരാജയം മുന്നോട്ട്. പരാജയം അവൻ ഒത്തിരി അനുഭവിക്കേണ്ടി വരും. അല്ല കർത്താവേ, ഒരു ആത്മസാന്നിധ്യത്തിൽ നിറവിയൽ അനുഭവിക്കുന്നുണ്ട്. അതാണ് നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരു ആത്മതാവിന്റെ അഗ്നിയുടെ അഭിഷേകം. ഇന്ന് രാവിലെ അത് അനുഭവിക്കുന്ന ദൈവമേ, നിനക്ക് പ്രതികൂലത്തെ ജയിക്കാൻ കഴിയും. നിനക്ക് പോരാട്ടത്തെ ജയിക്കാൻ കഴിയും. നിനക്ക് പരിഹാസങ്ങളെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. ശത്രുവിനെതിരായി വാട പോരുന്നുണ്ടെങ്കിൽ നീ വിട്ടണ്ട. ദൈവം നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഇന്ന് പകൽക്കാല ക്രിയ ചെയ്ത പകലായി തീരട്ടെ. ചില പ്രതികൂലങ്ങളെ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, പരിഹസിക്കപ്പെടുന്ന ചില വ്യക്തികളുടെ തിരിപ്പുണ്ട്. അവൻ ഹല്ലേലൂയ അവൻ ചില വാക്കുകൾ മൂലം പരിഹസിക്കപ്പെടുവാൻ ഇന്ന് പകൽക്കാല ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അവൻ ഹല്ലേലൂയ അവൻ നിനക്കെതിരെ കുറ്റം പറഞ്ഞ് വരുത്തുന്ന ചിലതിനെ ദൈവം തൊട്ടോടും. നീ വിട്ടാതിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ചുടവല ശബ്ദന നമുക്കറിയാം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൂടെ ഹല്ലേലൂയ നടന്ന ശിഷ്യന്മാർ യൂദ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അവൻ കർത്താവിന്റെ അവൻ ലാസ്റ്റ് സപ്പറിൽ കൈമുക്കി അവൻ അപ്പക്കണ്ട വാങ്ങിച്ച് അവൻ കൈവച്ച അപ്പക്കണ്ട വാങ്ങിച്ച് ഭക്ഷിച്ച വ്യക്തി. എന്നാൽ ഒറ്റിക്കൊടുത്തത് വെളിയിൽ വന്ന വ്യക്തിയാണോ? അല്ല. സ്തോത്രം. ഹല്ലേലൂയ. കൂടെ ഇരുന്നവർ ഒറ്റിക്കൊടുത്തപ്പോൾ ഇന്ന് രാവിലെ ദൈവാത്മാ പറയുന്നു, ഈ അവസ്ഥയിൽ കൂടെ നീ കടന്നുപോയാലും ദൈവം നിനക്ക് കൂടെ നിൽക്കും. പേടിക്കേണ്ട കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് മുതൽ പരിഹാസങ്ങൾ ഏൽക്കുന്ന നിന്ദകൾ ഏൽക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന് രാവിലെ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ
അനേക സൗഖ്യം പ്രാപിച്ചു. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചെങ്കിൽ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ മരിച്ച മാറ്റം വെച്ച ഈ ഉയർക്കത്തില്ല, ജീവിക്കത്തില്ല, എല്ലാം തീർന്നത് പോലെ ലാസർ തീരു ജീവനോടെ പുറത്തു വന്നു. അഭിഷേകമുള്ളവന്റെ നാമം കൽപ്പിച്ചാൽ ചിലത് സംഭവിക്കുന്നു. അഭിഷേകമുള്ളവന്റെ കൈ ചിലടത്ത് നീട്ടിയാൽ പ്രതീക്ഷകളുടെ വാതിൽ അടഞ്ഞാലും അതിന്റെ മുമ്പിൽ ഒരു വാക്ക് കൽപ്പിക്കാൻ നാളെയുണ്ടെങ്കിൽ അവൻ കൽപ്പിക്കും. ഹല്ലേലൂയ. എന്താ കൽപ്പിക്കുന്നത്? കാറ്റേ അടങ്ങുക. നമുക്കറിയാം, കാറും തോടും കൊണ്ട് അവൻ വൈകാറായ സമയത്ത് അന്തരീക്ഷമെല്ലാം കറുത്തു വന്നാൽ ശിഷ്യന്മാരും യേശുവും യാത്ര ചെയ്ത അവൻ പടക് അല്ലെ, ഹല്ലേലൂയ, അവൻ ശിഷ്യന്മാരെല്ലാം ഇവിടെ കൊണ്ട് തീർന്നു, എല്ലാം തീർന്നു. ഹല്ലേലൂയ. ഈ പടകിന് മുമ്പോട്ട് പോകുവാൻ ഒരു സാധ്യതയുമില്ല. അവന് പരിഭ്രമിച്ചു. ഇന്ന് രാവിലെ സാധ്യത ഒന്നുമില്ല കർത്താവേ, ഞാൻ എന്തായി തീരും, എന്റെ ഭവനം എന്തായി തീരും, എന്റെ ഭാവി എന്തായി തീരും എന്ന് വ്യാകുലതയോടെ ആരാധനയിൽ കടന്നുകൂട പ്രിയപ്പെട്ടവരെ. ശിഷ്യന്മാർ വ്യാകുലപ്പെട്ടു, അവർ ഭാരപ്പെട്ടു, അവര് തണ്ട് വലിച്ചു കുഴഞ്ഞു. മുമ്പോട്ട് എന്ത് ചെയ്യും? ഈ ദൂത് കേൾക്കുന്ന ചിലരോട് ദൈവാത്മാ വിളിച്ചു പറയുന്നു, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ ഹല്ലേലൂയ. ശിഷ്യന്മാർ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ ചില സമയത്ത് ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നും. അവൻ ചില സമയത്ത് പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എന്തുകൊണ്ട് ആത്മാവ് പറയുന്നു. ആ ചോദ്യത്തോടെ കടന്നു ചിന്തിക്കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ശബ്ദം ആരോ അങ്ങനെയുള്ള ആരോ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് കുറവില്ല, ഉപവാസത്തിന് കുറവില്ല, ദൈവത്തോട് അടുത്ത അവസ്ഥകൾക്ക് കുറവില്ല. പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാലും ശിഷ്യന്മാർ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞങ്ങൾ അവൻ യാത്ര ചെയ്ത് പടകിലാ യാത്ര ചെയ്ത് ശരിയാണ്. യേശു പടകിലുണ്ട്. യേശു പടകിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാ മൂന്നാം ഭാഗത്ത്? എന്നാൽ വേദപുസ്തകം പറയുന്നു, അടുത്ത യാമത്തിൽ അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ദുരമാലകളെ അവൻ ശാസിച്ചു, കടലിനോട് അടങ്ങ എന്ന് പറഞ്ഞു, കാറ്റുകളുടെ ഗതിയെ അവൻ മാറ്റിവിട്ടു. രാവിലെ കാറ്റടിക്കുന്നത് ആലോചിക്കുന്നു. ഈശാനമൂലൻ അവൻ കൊടുങ്കാറ്റുകൾ, പെരുങ്കാറ്റുകൾ നിന്റെ ജീവിതയാത്രക്കെതിരായാണ് വീശുന്നത്. നിനക്ക് കണ്ടുപോ ചെയ്യുവാൻ കഴിയാത്ത തലത്തിലാണോ തലത്തിലാണോ കാറ്റിന്റെ ഗതിഭേദ വീശകൾ മാറി മറിഞ്ഞ് വീശുന്നുണ്ടോ? കർത്താവ് പറയുന്നു, കാറ്റേ ശാന്തമാകുക, അടങ്ങുക. ജീവിതത്തിലെ ചില തിരമാലകൾ കാറ്റുകൾ ഉയരുന്നത് കൊണ്ടാണ് അടിക്കുന്നത്. അവൻ നമുക്കറിയാമല്ലോ, തിരമാല ഏതൊരു തിരമാലയുടെ പുറകിൽ കാറ്റുണ്ടായിരിക്കും. കടലിന് നേരെ പോകുന്നവർക്കറിയാം, ഒരു തിരമാല അടിക്കണമെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കാറ്റടിക്കുന്നത് കൊണ്ട് തിരമാല ഉയരുന്നത് അല്ലേ? ഹല്ലേലൂയ. എന്നാൽ കാറ്റിനെ ശാന്തമാക്കാൻ നമുക്ക് കഴിയുന്നില്ല. തിരമാലയുടെ ഗതിഭേദങ്ങളെ അവൻ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. കൽപ്പിക്കേണ്ടവൻ കൽപ്പിച്ചാൽ നിനക്ക് ചെയ്യാൻ കഴിയും. ജീവിതത്തിലെ പ്രതിസന്ധികളെ ജയിക്കാൻ കഴിയും. ലോകത്തിൽ ഒരു മനുഷ്യൻ നിനക്ക് ചെയ്യാൻ അവൻ ചെയ്തുതരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കാറ്റുകളെ അടക്കുന്ന ദൈവമാണ്. ഒറ്റ വാക്കുകൊണ്ട് അവൻ സാഗരങ്ങളെ ശാന്തമാക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പാട്ടിനെ നമുക്ക് ചേർന്ന് പാടിക്കണ്ട. അല്ലാതെ യേശുവിനെ വാക്ക് പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാകത്തില്ല. പാടാമോ? സ്തോത്രം. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാകുന്നില്ല. യേശു വിടുതലയച്ചാൽ ആർക്കും തടയാനാകുന്നില്ല. ചേർന്ന് പാടിക്കേ. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാകുന്നില്ല. യേശു വിടുതൽ അയച്ചാൽ
ആർക്കും തടയാനാവതില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, കയ്യിൽ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും തടയാനാവതില്ല. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർക്കാനാവതില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരി വാതിൽ അടച്ചിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരി വാതിൽ അടച്ചിടുമേ. യേശുവിന്റെ അടുത്തേക്ക് വന്നു. ഹല്ലേലൂയ. എന്റെ ബാല്യക്കാരൻ ഇപ്പോൾ മരിച്ചു പോകും. തീരെ പിടിച്ച് കിടക്കുന്ന അനുഭവം കണ്ടിട്ട് ഞാൻ വരുന്നേ. സ്തോത്രം. കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, എന്റെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ബാല്യക്കാരന് സൗഖ്യമുണ്ടാകും. ഹല്ലേലൂയ. ഇതിന് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. എന്താണെന്നറിയാമോ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു കഴിഞ്ഞു. ഒറ്റ വാക്ക് പറഞ്ഞപ്പോ അവൻ സൗഖ്യമായിരിക്കും കർത്താവ് പറഞ്ഞപ്പോ അവന്റെ വീട്ടിലെ സ്ഥിതി എല്ലാം മാറി. അയോഗ്യയായി കിടന്ന ആ ബാല്യക്കാരൻ എഴുന്നേൽക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിനുമുമ്പ് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വന്നവനെ സൗഖ്യമാക്കും. എന്നാൽ ശതാധിപന്റെ വിശ്വാസം അത് 100% അവൻ നിറമുള്ള വിശ്വാസമായതുകൊണ്ട് ശതാധിപ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, നീ എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ. ഇതാണ് ഏവനെയും ഉയർത്താനുള്ള ഒരു വഴി. സ്തോത്രം. കർത്താവേ, ഞാൻ യോഗ്യനല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവേ. സ്തോത്രം. രാവിലെ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കർത്താവേ, നിനക്ക് തരാൻ സ്തുതി സ്തോത്രവും അല്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവേ. ഹല്ലേലൂയ. അതിന്റെ പ്രസാദിക്കുമെന്ന് എനിക്ക് അറിയാം കർത്താവേ. എന്ന് നിനക്ക് പറഞ്ഞ ആത്മാവിനെക്കൊണ്ട് ചേർന്ന് അടുത്തു വരാൻ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവായും ഈ കടഭാരത്തിന്റെ നാശത്തിനല്ല, വഴി തുറക്കാത്ത അനുഭവത്തിനെ തകർക്കാനല്ല, ഈ രോഗത്തിന്റെ മരണത്തിൽ എത്തിക്കാനല്ല, ഇന്നത്തെ തകർച്ച എന്നതൊക്കെ ഒരു തകർച്ചയായി തീരാനല്ല തുറന്ന് പിടിക്കുകയാണ്. ഹല്ലേലൂയ. രാവിലെ വിശ്വസിക്കാമോ? തകർന്നെന്ന് എല്ലാവരും പറഞ്ഞു കാണും. നിന്നെ പഴുതെടുക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ലെന്ന് പലരും നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കാണും. നീ ഒരു അടയ്ക്കപ്പെട്ട അധ്യായമെന്ന് പലരും നിന്നെ നോക്കി പറഞ്ഞു കാണും. നീ മാത്രമെന്ന് ഇങ്ങനെയായി പോയതെന്ന് പലരും നിന്നെ നോക്കി പറയുന്നുണ്ടായിരിക്കും. ശതാധിപൻ പറഞ്ഞു, കർത്താവേ, ഒരു വാക്ക് മാത്രം മതി. എത്ര വാക്ക് ആത്മാവിൽ ഇതുകൊണ്ട് അതേ അനുഭവത്തിലേക്ക് എടുക്കാൻ കഴിയും. കർത്താവേ, ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ മാത്രം മതി. എന്റെ ഹല്ലേലൂയ ഉടച്ചലുകളൊക്കെ മാറും, എന്റെ സ്ഥിതികളൊക്കെ മാറും, എന്റെ ഹല്ലേലൂയ പ്രതീക്ഷകളൊക്കെയും അടഞ്ഞതാണെങ്കിലും അത് തുറക്കാൻ അങ്ങേക്ക് മാത്രം കഴിയും. ആത്മാവിൽ ഏറ്റെടുത്ത് ആമേൻ പറയുന്നവരുടെ ജീവിതത്തിൽ ദൈവം ചില തുറക്കാൻ പോകുന്നു. ഇത് രാവിലെ തകർന്നെന്ന് പറഞ്ഞാലും അതിനെ പണിയുന്ന ഒരു കർത്താവിന്റെ കുശവന്റെ വീട്ടിലേക്ക് പോകാൻ യിരെമ്യാവിനോട് പറഞ്ഞപ്പോൾ യിരെമ്യാവ് എന്ത് ചെയ്തു? കുശവന്റെ വീട്ടിലേക്ക് പോയി. ദൈവം പറഞ്ഞു, ആമേൻ, ഞാൻ നിന്നെ ചില കാര്യങ്ങൾ കാണിക്കാൻ പോകുകയാണ്. ദൈവശബ്ദത്തിന് വിപരീത പറയാത്ത യിരെമ്യാവ് ദൈവശബ്ദത്തിന് വിധേയനായി കുശവന്റെ വീട്ടിലേക്ക് പോകുകയാണ്. അവിടെ ചെന്നപ്പോൾ കുശവൻ ഒരു പിടി മണ്ണിന്റെ അടുത്ത് നിന്നുകൊണ്ട് പ്രവൃത്തി ചെയ്യുകയാണ്. ചക്രത്തെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ നിയോഗപ്രകാരമുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യിരെമ്യാവിനോട് ദൈവാത്മാവ് പറയുന്നു, കുശവന്റെ കയ്യിലേക്ക് നീ നോക്കുക. അപ്പോൾ യിരെമ്യാവ് പ്രതീക്ഷയോടെ നോക്കിയപ്പോൾ തകർക്കപ്പെട്ട ചില പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഉടയപ്പെട്ട ചില മൺപാത്രങ്ങളുടെ ഹല്ലേലൂയ അവൻ സ്തോത്രം ചില മുറികളും അവൻ അങ്ങനെയുള്ള ചില വസ്തുക്കളും ഒക്കെ തന്റെ കയ്യിലിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ തന്റെ അടുത്തൊരു മൺകൂല കിടപ്പുണ്ട്. സ്തോത്രം. യിരെമ്യാവ് ഓർത്തു,
കയ്യിലിരിക്കുന്ന പൊട്ടിയ പാത്രത്തെ എറിഞ്ഞിട്ട് തന്റെ അടുത്ത് കിടക്കുന്ന മൺകൂജയിൽ നിന്ന് ഒരു പിടി എടുത്ത് തന്റെ കൈത്തലത്തിലേക്ക് ആ മണ്ണിനെ ആവഹിച്ചിട്ട് ഒരു കൂജയോ കുടമോ പാത്രമോ ഒക്കെ മൺപാത്രമോ മൺചട്ടിയോ അവൻ ഒരു പൂച്ചട്ടിയൊക്കെ നിർമ്മിക്കാൻ ആയിരിക്കാം ഈ കുശവൻ തന്റെ കയ്യിലിരിക്കുന്ന, അല്ലെങ്കിൽ സ്തോത്രം തന്റെ അടുത്തിരിക്കുന്ന മണ്ണിനെ അങ്ങനെ എടുക്കാനായിരിക്കാം. എന്നാൽ അവിടെ പറയുന്നു ഇരമ്യാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ തന്റെ കയ്യിലുള്ള ആ മൺപാത്രത്തെ എന്ന് പറഞ്ഞാൽ കേടുപാടുള്ള പാത്രത്തെ ഉടച്ചെടുത്ത് അവൻ നല്ല ഷേപ്പുള്ള ഒരു പാത്രം ഉണ്ടാക്കാൻ അവിടെ ആ കുശവൻ ശ്രമിക്കുകയാണ്. ഇത് രാവിലെ കാലം വലിച്ചെറിയാമായിരുന്നു കയ്യിൽ ആ പാത്രത്തെ, അല്ലേ? സ്തോത്രം, ഇത് പൊട്ടിപ്പോയതല്ലേ, ഇത് കിഴുത്ത വീണതല്ലേ, ഇത് പാട് വീണതല്ലേ, ഇത് വര വീണതല്ലേ, എനിക്ക് പണിതെടുക്കാൻ കഴിയത്തില്ലെന്ന് വേണേ പറഞ്ഞ് ഈ കുശവൻ ഒഴിഞ്ഞു മാറാമായിരുന്നു. ദൈവമക്കളെ, സ്തോത്രം. എന്നാ മണ്ണ് അവൻ അടുത്ത് കിടക്കുന്ന മണ്ണെടുത്തിട്ട് തനിക്ക് ഉണ്ടാക്കാമായിരുന്നു ചില പാത്രങ്ങൾ. സ്തോത്രം. എന്നാൽ താൻ അങ്ങനെ ചെയ്യാതെ ഉടഞ്ഞതിനെ പണിയാൻ താൻ ശ്രമിക്കുകയാണ്. രാവിലെ ജീവിതത്തിൽ ഉടച്ചിലുകൾ ഉണ്ടായിരിക്കാം. കർത്താവിന്റെ ജീവിതം പണിയപ്പെടുമോ? ജീവിതത്തിൽ ഒരു ഭാവി കാണാൻ പറ്റുമോ? എന്റെ ജീവിതത്തിൽ വിഷയങ്ങൾക്ക് മറുപടി കിട്ടുമോ എന്ന് വ്യാകുലപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളുടെ അടുത്തുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. കർത്താവ് നിങ്ങളെ പണി നടക്കുന്ന ദൈവമാണ്. രോഗിയാണോ ഇത് രാവിലെ? മുമ്പിൽ ഒരു പ്രതീക്ഷയുമില്ലേ? സ്വന്തം ഭാരത്തോടാണോ കടന്നു വന്നേ? എന്നാൽ നിന്റെ പ്രതീക്ഷ അല്ല കർത്താവിന്റെ പ്രതീക്ഷ. കേട്ടോ, നീ അവന്റെ കൈ ഇടഞ്ഞു വരൂ. അവൻ സ്വന്തം ആയുധമായിട്ട് ഇരുന്നാ മതി. അവൻ നിന്നെ പണി നിർത്തിക്കൊള്ളൂ. നിന്റെ രോഗം ദൈവം അറിയാതെയല്ല, നിന്റെ കഷ്ടം ദൈവം അറിയാതല്ല, വരുന്ന ദിവസങ്ങളിൽ ഭാരത്തോടെ കാണുന്ന വിഷയം ദൈവം അറിയാതല്ല. അതിനെല്ലാം നീ ജയിച്ച് പുറത്തു വരും. വിശ്വസിച്ച് എത്രയൊക്കെ വിശ്വാസമുണ്ട്. നാളെ വെളിപ്പെടാൻ പോകുന്നത് പറയുന്ന ഭയാനകമായ വിഷയത്തിന്റെ മുമ്പിൽ അതുവരെ നീ പോകുന്നില്ല. അതിന് മുമ്പ് ദൈവം നിനക്ക് വേണ്ടി കടന്നു പോകും. ദിവസം പറയുന്നു, താമ്രക്കഥകളെ തകർക്കുന്ന ദൈവം. വിശ്വസിച്ചോ? കാരണം ദൈവം അതിനെല്ലാം വിശ്വാസയോഗ്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വചനത്തിൽ നിന്ന് മാത്രം പ്രാപിച്ചുകൊണ്ട് വരിക്കുന്നത്. ചില താമ്രക്കഥകളെ തകർക്കുന്ന ദൈവമുണ്ട്. കണ്ണട ചാമേൻ പറഞ്ഞ് വിശ്വസിക്കുന്ന കർത്താവേ, അതെന്റെ ജീവിതത്തിൽ വരട്ടെ, അതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് അവനോട് കാത്തിരിക്കുന്ന ദൈവമല്ലേ. അവൻ നിന്നെ പണിയും. കേട്ടോ, അവൻ നിന്നെ ഉടച്ചായിരിക്കും ചിലപ്പോ പണിയുന്നേ. ഈ തകർത്തായിരിക്കും ചിലപ്പോ ദൈവത്തിനെ നല്ലൊരു ഷേപ്പ് വരുത്തണമെന്നുള്ള ചിന്തയോടെ ആയിരിക്കാം. ദൈവത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അവൻ ദൈവവചനത്തിന് അടുത്തേക്ക് വരുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എല്ലാം കണ്ണുമടഞ്ഞിരിക്കട്ടെ. മൈ ഡിയർ റൈറ്റ്നസ് ഫാദർ, ഇന്ന് കടന്നു വന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപവാസ പ്രാർത്ഥന ഉയർപ്പിന്റെ ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് ആദ്യത്തെ ആഴ്ചയിലായിരിക്കുമ്പോൾ നിന്റെ മക്കളുടെ മേൽ ഒരു അസാധാരണ അഭിഷേകം നൽകുവാൻ ഇവരെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പരിശുദ്ധാത്മാവിന്റെ ഇടവറ്റ വലിപ്പം ഇറങ്ങി വരുവാൻ, നിറവുകൊണ്ട് നിറയ്ക്കുവാൻ, സമാധാനം സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ സ്വർഗമിടയാക്കണം. വേദനകളെ തുടച്ചെറിയണമേ, പ്രയാസങ്ങളെ തുടച്ചെറിയണമേ, ശത്രുക്കളെ ജയമെടുക്കാൻ ശക്തി കൈമാറണമേ, ചില പിന്മാറ്റക്കാരെ രൂപാന്തരപ്പെടുത്തണമേ, പിശാചിന്റെ വലയിൽ വീഴാതെ, ചതിയിൽ വീഴാതെ, അകപ്പെട്ടു പോകാതെ സൂക്ഷിക്കണമേ. എന്റെ ദൈവത്താൽ ഞാൻ മതം ചാടിക്കടക്കും, ഞാൻ പടപടന്ന് പാഞ്ഞു ചെല്ലും. ദൈവത്തിന്റെ ശക്തി അവരവരുടെ വിഷയങ്ങളിൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവം നീ തുറന്നാലാരടയ്ക്കും, നീ അടച്ചാൽ ആർ തുറക്കും. തുറക്കുവാനും അടയ്ക്കുവാനും ശക്തിയുള്ളവനും ആകാശം ഭൂമിയും സമച്ചവനെയും നിർമ്മിച്ചവനും നിന്റെ അത്ഭുതങ്ങളുടെ മക്കളെ ഞാൻ ഇറങ്ങി വരട്ടെ. മനുഷ്യന്റെ കുറവുകൾ ഓർക്കുമെങ്കിൽ നിന്റെ ആർക്കും നിൽക്കുവാൻ കഴിയുന്നില്ലല്ലോ. നിന്റെ ശക്തി ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ബലം ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്തോഷം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അഭിഷേകത്തിന്റെ തീക്കലൻ, ഒരു വെളിപ്പാടിന്റെ തീക്കലൻ, കണ്ണുകൾ മുന്നിലവർക്ക് ദർശനം കൊണ്ട് നിറയുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ
ഇവർ കടന്നു വന്ന വിഷയത്തിന് പേര്, നിലവിളിക്കുന്ന വിഷയത്തിന് പേര്, ചില രോഗത്തിന്റെ വിഷയത്തിന്റെ പേര്, ചിലത് പിടിതെറിയുന്നു. വിശ്വാസമില്ലാത്തത് വിശ്വാസം ഉണ്ടാക്കി വരട്ടെ. ആരാധന എന്ന പ്രാർത്ഥനകൾക്ക് ജനം ഇളകി വരട്ടെ. വിജാതി പ്രാർത്ഥനകൾക്ക് വിടാതെ വീട്ടിൽ മുടക്കി നിർത്തി രോഗമെന്ന് കൊല്ലുവാൻ കൊണ്ടുവന്ന ചതികളെ വെട്ടി മാറ്റിക്കൊണ്ട് ഞാൻ യഹോവയെ ആരാധിക്കുന്നു, ഞാൻ യഹോവയെ സ്തുതിക്കും. എന്റെ വായിൽ നിന്ന് തീ പുറപ്പെടും. അത് എന്റെ കണ്ണുകൊണ്ട് ഞാനത് കാണും. എന്റെ വായിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് ഞാൻ തന്നെ കാണും. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. മങ്ങിയ കണ്ണുകൾ ചെറിയട്ടെ, മങ്ങിയ കണ്ണുകൾ ചെറിയട്ടെ. എന്റെ പേപ്പർ വർക്കിന്റെ മേൽ, എന്റെ ബിസിനസിന്റെ മേൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്നെ ഭയം അരട്ടുന്ന കർത്താവേ, എന്നെ ഹൃദയം വേദനിക്കുന്ന കർത്താവേ, മുൻപോട്ട് പോകുവാൻ അറിയത്തില്ല കർത്താവേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കർത്താവേ. എന്റെ രക്തമെന്റെ മേൽ നിറഞ്ഞട്ടെ, എന്റെ ശക്തിന്റെ മേൽ നിറഞ്ഞട്ടെ, എന്റെ വിഷയത്തിന്റെ മേൽ നിറഞ്ഞട്ടെ. സമർപ്പിക്കുന്നു. വീടുകളെ കൊണ്ടുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തെ വെട്ടി മാറ്റിക്കൊണ്ട് ചില പുതിയ വഴികൾ, ചില ചൈതന്യത്തിന്റെ വാക്കുകൾ എന്റെ മുഖപ്രകാശമായി എഴുന്നേറ്റ് വരുവാൻ ശക്തീകരിക്കണമേ. രക്തകോട്ടകൾ മറിക്കണമേ. സമാധാനം, സന്തോഷം വരണമേ. ഇരുളമാക്കി വെളിച്ചമാക്കണമേ. ശത്രുവിന്റെ കയ്യിൽ വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, ജീവനുള്ള ആത്മാവേ, മഹാത്മാവേ, സമർപ്പിക്കുന്ന വഴിവാണ് വേഗം കടന്നു വരട്ടെ. എല്ലാവരെയും ഏൽപ്പിക്കുന്നു, അവരുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജീസസ്. എല്ലാവരും ബൈബിൾ കേൾക്കാം. 23 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വയ്ക്കാം. എല്ലാവരും എടുത്തു വിശ്വസിക്കും. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എന്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കും. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. പിന്തുടരും, ഞാൻ ദീർഘകാലം വസിക്കും. എനിക്ക് നിങ്ങളോട് ഒരേ കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചോദിക്കുന്ന വിഷയം തരുവാൻ യേശു ശക്തനാണ്. മറക്കരുത്, നിങ്ങൾ ചോദിക്കുന്ന വിഷയം തരുവാൻ യേശു ശക്തൻ. ചോദിക്കുന്ന വിഷയം യേശുവിന്റെ കയ്യിൽ ഇരിപ്പോൾ എത്ര രാമൻ പറയും, ഉറപ്പാന്നല്ലോ. അപ്പൊ നിങ്ങൾ പതറിപ്പോകരുത്, മനസ്സ് ധൈര്യപ്പെടണമെന്നേ. എനിക്ക് മിനിഞ്ഞാന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവ് തന്ന ഒരു വെളിപ്പാട് ഇങ്ങനെയാണ്. അത് എന്നെ വളരെ വേദനിപ്പിച്ച ഒരു വാക്കായിരുന്നു. കഥാ പറഞ്ഞ സത്യമാണ്, പക്ഷെ ആ വാക്കിന്റെ അർത്ഥം നോക്കിയപ്പോൾ വളരെ വേദന. എന്നോട് പറയുന്നത്, എന്റെ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവന്റെ ശരീരത്തിൽ ഭൂതം കൂട് വെച്ച് പാർക്കുന്നു. അപ്പോ കാക്കയും കുരുവിയിലെ കൂട് വെച്ച് പാർക്കുന്നു, ഭൂതം കൂട് വെച്ച് പാർക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ ഞാൻ കറക്റ്റാ കാണുക, ഒരു മനുഷ്യന്റെ തലയുടെ ബാക്ക് സൈഡ് ഒരു സാധനം ഇങ്ങനെ കടിച്ച് പറ്റിയിരിക്കുക, ഒരു തന്നെ കഴുത്തിന്റെ ഈ ഭാഗത്ത് കടിച്ച് പറ്റിയിരിക്കുക. അവന്റെ ശരീരം അവിടെയാണ്, ഓരോരുത്തരും വ്യത്യസ്തമാണ്. അപ്പൊ ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ പോയി കഴുത്ത് വേദനയാ, തലവേദനയാ, ആ വേദനയാണ്. ഇതിന്റെ ഒരു ശരിക്കുള്ള വെളിപ്പാട് 1 വർഷത്തിന് മുന്നാലെ ഒരു ദിവസം എനിക്ക് നല്ലൊരു വെളിപ്പാടുണ്ടായി. ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ ഉപവാസം കഴിഞ്ഞ സമയത്തെ കഥ കാണിച്ചത്. ആ ഉപവാസത്തിൽ അത് പൊടിഞ്ഞു പോയി. എന്റെ തലയിൽ ഇവിടെ എന്തോന്ന് പറ്റിയിരിക്കണം ഞാൻ കണ്ടത്. എന്റെ തലയിൽ ഈറ്റപ്പുലി പോലെ നിൽക്കുന്ന എന്റെ തലയിൽ ഒരു സാധനം ഇങ്ങനെ പറ്റിയിരിക്കുന്നുണ്ട്. അപ്പൊ അത് എന്റെ കൈ കൊണ്ട് അത് ഞാൻ പറിച്ചിട്ടും വരുന്നില്ല.
അന്നേരം ഞാൻ എന്ത് അറിയാമോ, ഈ പുറകോട്ട് പോയി ഭിത്തിയിൽ എന്റെ തലയെ അങ്ങനെ ഇടിക്കാൻ തുടങ്ങി. ഇടിച്ച് ആ സാധനത്തെ തല്ലി ചതച്ച് അതിന് ബ്ലഡ് ഒഴുകി ഞാൻ വലിച്ചിട്ട് കളഞ്ഞു. നമ്മൾ ജയിച്ചു. പക്ഷെ ഈ സാധനം എവിടെ പറ്റിയിരിക്കുന്നു എനിക്ക് ദർശനം വരണില്ലെങ്കിൽ ഞാൻ കാണുകയില്ല. പരിശുദ്ധാത്മാവ് നിന്നോട് പറയാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്താ പേടി വരുന്നു? അല്ലേ? കഥ പറഞ്ഞോ ഇല്ലയോ? എന്നോട് പറയാം, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് കഥ പറഞ്ഞോ ഇല്ലയോ? പറ എന്നോട്. പറഞ്ഞില്ലേ? ഈ വാക്ക് എത്ര ആമേൻ പറയും? ആമേൻ പറയുന്നവൻ ഇന്ന് തീരുമാനിക്കണം, എന്നെ തകർക്കാൻ ഭൂമിയിൽ ആരും കഴിയുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വചനമാണ് പരിശുദ്ധാത്മാവ് രാവിലെ എഴുതി ജനത്തോട് പങ്കുവയ്ക്കുന്നതാണ്. ആരൊരാൾ സ്ഫുടമായിട്ട് അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത്. ഇത്രയേ മതി. ഇത് എന്നെ വളരെ പിടിച്ച് കുലുക്കിയൊരു വിഷയമാണ് ഇന്ന് രാവിലെ. അത് ഞാനും അത് ദൂതായിട്ട് ഏറ്റെടുത്തു. കാരണം എന്റെ കൂടെ ആരാധിക്കുന്ന പലരും ഈ എന്തുകൊണ്ടാണ് ഇവരെ മനസ്സ് കലങ്ങാൻ തുടങ്ങുന്നത് അറിയാമോ? ശരിക്കും ആരാധനയ്ക്ക് വരത്തില്ല. ഫസ്റ്റ് വിഷയം, ഒരു മനുഷ്യന്റെ തോൽവിയുടെ ആദ്യത്തെ അടയാളം ആരാധനയ്ക്ക് കറക്റ്റ് ആകുകയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരണമെങ്കിൽ വചനപ്രകാരം ജീവിക്കണം. എനിക്ക് അതാ പറയാനുള്ളത്. വചനപ്രകാരം ജീവിച്ചാൽ മാത്രമേ ശക്തി വരത്തുള്ളൂ. മക്കളെ, ശക്തി വരികയില്ല. എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. ഏലിയാവിന്റെ ദൈവമേ, ഏലിയാവിന്റെ ദൈവമേ, പുതപ്പിന്റെ ശക്തി കൊണ്ട് ജനങ്ങളെ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. നിന്റെ മാർവിലുള്ള രക്തം കൊണ്ട് നിന്റെ മക്കളെ കഴുകണമേ, കഴുകണമേ, കഴുകണമേ. നിന്റെ മാർവകത്തുള്ള രക്തം കൊണ്ട് കഴുകണമേ, കഴുകണമേ. കാറ്റിന് ഓടിയ രക്തം കൊണ്ട് നിന്റെ മക്കളെ ഹാർട്ട് കഴുകണമേ, കഴുകണമേ. ഓ യേശുവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കടാക്ഷിക്കുന്ന ദൈവമേ, എന്റെ ജീവനുള്ള ദൈവമേ, എന്റെ മഹാദൈവമേ, എന്റെ ശക്തിയെ, എന്റെ ദുഃഖമേ, എന്റെ കോട്ടയെ, തണലേ, ആശ്രയമേ, എന്റെ പാറയെ, എന്റെ മഹാദീപമേ. ഒരു അഭിഷേകത്തിൽ ഇവരെ നിറയ്ക്കട്ടെ, നിറയ്ക്കട്ടെ. ഇവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ചില ഇസബേലിന്റെ ശക്തിയെ ഞാൻ വെട്ടിവിടുകയുടെ. ഇവരെ കാർന്നുകൊണ്ടിരിക്കുന്ന ചില ഇസബേലിന്റെ ശക്തിയെ വെട്ടി മാറ്റുകയുടെ. ഒരു അഭിഷേകം അത് ജനങ്ങളെ ഒഴുകട്ടെ, ഒഴുകട്ടെ. വീടുകളെ താറുമാറാക്കുന്ന തോലുകൾ തീക്കനന്റെ വെളിപ്പാട്, തീക്കനന്റെ വെളിപ്പാട്. വീടുകളെ തകർക്കുന്ന, ഭിന്നത ഉണ്ടാക്കുന്ന, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പോലുകളെ മുറിച്ചു മാറ്റിക്കൊണ്ട് സമാധാനം ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ദൈവം നെഞ്ചിൽ രാഗം കോടി. അവൻ എന്നെ തേടി വരും, എന്റെ കർത്താവ് എന്നെ തേടി വരും. എനിക്ക് വേണ്ടി മുൾക്കിരീടത്തിലൂടെ ഒഴുകിയ രക്തം എന്നെ തേടി വരുമെന്ന് എനിക്കറിയാം. എന്റെ തലമണ്ടയെ കുടപ്പിക്കൊണ്ടിരിക്കുന്ന പോരുകൾ, എന്റെ തലമണ്ടയെ അലട്ടുന്ന പോരുകൾ എനിക്ക് തീർമാനം ഇന്ന് വരുത്തുമെന്ന് എനിക്കറിയാം. എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കട്ടെ,
എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കട്ടെ. യേസപ്പാ, 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 എൻ ജീവനേ, എൻ ജീവനേ, യേസപ്പാ. തള്ളിക്കളയരുതേ, തള്ളിക്കളയരുതേ, തള്ളിക്കളയരുതേ. ലാലലാ, നിനക്ക് 1 സെന്റ് വസ്തു ഉണ്ടെങ്കിൽ അവ യേശുവിന്റെ കയ്യിൽ സമർപ്പിക്കൂ. നിനക്ക് 5 സെന്റ് വസ്തു ഉണ്ടെങ്കിൽ അപ്പയെ സമർപ്പിക്കൂ. നിനക്ക് വീടുണ്ടെങ്കിൽ അപ്പയെ സമർപ്പിക്കൂ. നിനക്കൊരു വാഹനം ഉണ്ടെങ്കിൽ ദൈവത്തെ സമർപ്പിക്കൂ. നിന്റെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ കയ്യിൽ ഏൽപ്പിക്കൂ. നിന്റെ ജോലി യേശുവിന്റെ കയ്യിൽ ഏൽപ്പിക്കൂ. നിന്റെ ബിസിനസ് അപ്പയുടെ കയ്യിൽ ഏൽപ്പിക്കൂ. അതിന്റെ മേലെ ഒരു സമർത്ഥ വരുത്തട്ടെ. ആരോ ജയമണിക്കുന്നവരുടെ വീടുകൾ സംഭവിക്കട്ടെ. ചില കടഭാര ചീട്ടുകളെ കീറിയിറങ്ങി നമ്മുടെ ശക്തി. എപ്പോഴും നോക്കിക്കോ, നടക്കത്തില്ല എന്ന ശത്രു ചെവിൽ മന്ത്രം ഓതിക്കൊണ്ടിരിക്കും. നടക്കത്തില്ല. ഏത് നടക്കത്തില്ല? ഇന്ന കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് അവൻ നിന്റെ ചെവിയിൽ മന്ത്രം ഓതുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീ വെട്ടി മാറ്റി ഒരു വാക്ക് മനസ്സിന്റെ പറയുക, യഹോവ ഈരേ. അത് ഏറ്റെടുക്കുന്നവർക്കാണ്. ചുമ്മാ ഉറങ്ങുന്നില്ല. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അത്തര വൈഡല വൈഡല വൈഡാരീവല വൈഡല 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 കൂടല വൈഡ വൈഡല വൈഡാരീവല വൈഡ വൈഡല ദാദര ദീദര വൈഡല വൈഡ ഗൗഡല ഗൗഡല ദീവല വൈഡ ഗുണബല വൈഡ വൈഡല വൈഡാരീവല വൈഡ വൈഡല 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 ദീവല വൈഡ ഗൗഡല ഗൗഡല ദീവല വൈഡ ഗുണബല വൈഡ വൈഡല വൈഡാരീവല വൈഡ വൈഡല അത്തല വൈഡല ഗൗഡല ഗൗഡല ദീവല വൈഡല ഗുണബല വൈഡ വൈഡല വൈഡാരീവല വൈഡ വൈഡല വൈഡ വൈഡല ദീവല വൈഡല ഗൗഡല ഗൗഡാരീവല വൈഡല വൈഡല ദീവല വൈഡ ദീവല മൂടല വൈഡല വൈഡല വൈഡ ദീവല യേസപ്പാ യേസപ്പാ യേസപ്പാ. വൈഡല വൈഡല വൈഡ ദീവല വൈഡല വൈഡല ദീവല വൈഡ വൈഡല വൈഡ ദീവല വൈഡ വൈഡല ഔഡല ഔഡല ദീവല വൈഡല ജലബല വൈഡല വൈഡല ദീവല വൈഡ വൈഡല വൈഡ ദീവല വൈഡ വൈഡല ദാദര ദീദര വൈഡല വൈഡ ഔഡല ഔഡല ദീവല ജലബല വൈഡ വൈഡല വൈഡ. ഈ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ ലെവലേ വേറെയാണ്. ഞാനിങ്ങനെ അന്യഭാഷയിൽ പാട്ട് പാടുമ്പോ ഞാൻ കാണുന്ന ലൂസിഫറുടെ തലമണ ഞാൻ ചവിട്ടി അവന്റെ തലയെ ചവിട്ടി. നിങ്ങൾക്കറിയാമോ, കരിങ്കല്ലെടുത്ത് വാഴപ്പിണ്ടി ഇടിച്ച എന്തുമായിരിക്കും? നോക്ക്, വാഴപ്പിണ്ടി ഇരിക്കുക, നമ്മൾ കരിങ്കല്ലെടുത്ത് ഇങ്ങനെ തല്ലുക, അതെന്തുമായിരിക്കും?
ചതഞ്ഞ് ലാസ്റ്റ് മുറിഞ്ഞു പോകും. ഇതുപോലെയാണ് അന്യഭാഷയിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറക്കാന്ന് പറഞ്ഞാൽ മേരിക്കുട്ടി അമ്മച്ച് ചിലത് അങ്ങോട്ട് ചതയ്യാൻ നോക്കി. യേശു അവന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ എന്റെ നാമത്തിൽ ഏത് ചോദിച്ചാലും. ആരോടാ? ശിഷ്യന്മാരോട്. വചനപ്രകാരം ജീവിക്കുന്നവർ, ദൈവത്തിന് നിൽക്കുന്നവർ പറഞ്ഞ ഒറ്റ വാക്ക്, എന്റെ നാമത്തിൽ ഏത് ചോദിച്ചാലും ഞാൻ നിനക്ക് അത് തരും. ഈരാളെ കയ്യെ പോയി ഏഞ്ചലൊന്ന് പിടിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ സംഭവിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ലീനെ നോക്കി നിന്നോ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? തുടങ്ങി. ശക്തി എന്റെ മേൽ ഇറങ്ങി വന്നാൽ ശത്രുക്കളെ ഞാൻ ജയിച്ചിടുമേ. ശക്തി എന്റെ മേൽ ഇറങ്ങി വന്നാൽ ഞാൻ ജയിക്കുമേ. ശക്തിയേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേ. May ask me, Lena, right hand, Ruby asked me, catch it, Ruby asked me, the angel, Ruby asked me, who lay renewed. Right now, the front, Ruby asked me, rock me, shake up, Taranwe, right now, Jesus fire. നിങ്ങൾ ആ സഹോദരൻ നോക്കിയോ? കഥ ദൂതൻ പിടിച്ചു കഴിഞ്ഞു. അവരുടെ കയ്യെ വലിച്ചു കൊണ്ടുവരിക. എന്തിനാ വലിച്ചു കൊണ്ടുവരികയാമോ? ചില അണലികളെ ചവിട്ടുവാൻ, ചില പോരുകളെ ജയിക്കുവാൻ, തന്റെ വീട്ടിന്റെ ഉള്ളറകളിൽ ചില പുതിയ മേഖലകൾ കൊണ്ട് അലങ്കരിക്കുവാൻ അവിടെ കയ്യെ വലിച്ചു കൊണ്ടുവരുന്ന ആത്മാവ്. എൻ ജീവനേ തള്ളിക്കളയരുതേ. ഇപ്പൊ ഇവിടെ തലമുണ്ടായിന്ന് ചില ഇളകളിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ആ സിസ്റ്റർപാട് നിലത്തിൽ വീഴാൻ പോവുകയാണ്. ഇപ്പോൾ അവിടെ കാലിലും തലയുന്നത് ഇളകി കാലിൽ കൂടെ ചിലത് ഉരുകിയിറങ്ങാൻ പോവുകയാണ്. അത് പറയാനുള്ള കാരണം മെയ് മാസം 15-ാം തീയതി മുതൽ നിന്റെ വീട്ടിൽ ഞാൻ ഒരു പ്രത്യേക അനുഗ്രഹത്തെ വരുത്താൻ പോകുന്നു. അതിനടയാളം ദൈവത്തിന്റെ ശക്തിക്ക് മുൻപ് നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവന്റെ ശക്തി എവന്റെ മേൽ ഇറങ്ങുമോ അവനാണ് വേറെയാ. ലീനായെ തൊടുന്ന യേശുവിനായി സ്തോത്രം. അവന്റെ അഗ്നിക്കരം അവിടെ തലയിൽ പതിയുന്നതിനായി, അവൻ നിലത്തിൽ വീഴാൻ പോകുന്നതിനായി, ദൈവത്തിന്റെ ശക്തിക്കായി. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, fire. എപ്പോഴും നോക്കിക്കോ, ദൈവത്തിന്റെ ശക്തി നിന്റെ അകത്ത് വരുമ്പോൾ നിന്റെ സ്ഥിതി മാറുകയാണ്. സുജാസ് എണിച്ച് നിൽക്കാമോ? അവന്റെ അഗ്നി, അവന്റെ തീ, അവന്റെ ശക്തി എന്റെ വീട്ടിൽ വരുമെങ്കിൽ
ഞാനിപ്പോ അർജന്റായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ സഹോദരി സ്വന്തം വീട്ടിൽ ജീവിക്കണം. ഞാൻ വളരെ അർജന്റായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. യെസ്, സ്വന്തം വീട്ടിൽ ജീവിക്കണം. വല്ലവന്റെ വീട്ടിൽ ജീവിച്ചത് മതി. അത് വഴി എവിടെ തുറക്കും എനിക്കറിയത്തില്ല. ചെങ്കടലിൽ റോഡ് വെട്ടിയവനറിയാം, യോധ വെട്ടിയവനറിയാം എവിടെ കൂടെ റോഡ് വെട്ടണമെന്ന്. അവൻ വെട്ടിക്കോളും. അവൻ വെട്ടുവന്, അവൻ വെട്ട സഹോദരി. പിന്നെ അല്ലാതെ അബ്രഹാം പിതാവിനും മകനും യാഗം കഴിക്കാൻ വേണ്ടി ഒരു ആട്ടുകൊറ്റൻ അവൻ കാട്ടിൽ കുടുക്കിയിട്ടിരുന്നെങ്കിൽ അവന്റെ കരുതലെ ഞാൻ ഓർക്കുന്നു. നിനക്ക് വേണ്ടി എവിടെ ഒരു ആട്ടുകുട്ടി അവൻ കുടുക്കിയിട്ടിരിക്കുക, അത് കയ്യിലെത്താൻ പോകുന്നു. ഉടവല വൈഡം വൈഡമാനം തീക്കകത്ത് നീ നിൽക്കുമ്പോൾ അവൻ നിനക്ക് വേണ്ടി ഒരു കുഞ്ഞാടെ ഒരുക്കി പറ്റിയിരിക്കുക. എത്തിപ്പിടി പിടിയിനെ. ആരോ ഏറ്റെടുക്കുന്നവരുടെ വീടുകളിലും ലഭിക്കട്ട ജനങ്ങൾ യേശുവിൽ ആരാധിക്കട്ടെ. വഴികൾ തുറക്കട്ടെ, തുറക്കട്ട വഴികൾ, തുറക്കട്ട വഴികൾ. അകത്ത് കിടക്കുന്ന വഴികളെ വെട്ടി തുറക്കുക ഇന്ന് പകൽ. ജയം എടുക്കുന്നവരുടെ വീടുകളിൽ തലമുറകൾക്ക് വേണ്ടി. Yes, yes, yes. എത്തിപ്പിടിക്കൂ. തലമുറകൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരിക. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, என்ன സംഭവിച്ചു? ഇപ്പൊ വലിച്ചു കൊണ്ടുപോകുന്നു ഇവിടെ അല്ലേ? നീ ഇവിടെ ഒന്ന് വീഴുന്നായിരുന്നല്ലേ? എന്താ എങ്ങനെ വീഴുന്നത്? നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ ആരും ഇവരെ തൊട്ടായിരുന്നോ? നോ. പക്ഷെ തൊടുവാനുള്ളവൻ തൊട്ടാൽ വരുവാനുള്ളവനെ തേടി വരും. ശക്തി, ശക്തി വന്നു, ശക്തി. എന്നോട് കൂടെ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ, എന്നോട് കൂടെ നീ ഇറങ്ങി വരണമേ. പെറ്റമനെ കുഞ്ഞിനെ തള്ളിക്കളഞ്ഞാൽ എന്നെ കളയാത്ത എന്റെ യേശുവേ, നിന്റെ മുൻപിൽ ഞാൻ നിൽക്കുന്ന യേശുവേ. പോരുകളെ നീ വെട്ടിക്കളയണമേ, രോഗത്തെ നീ പറിച്ചു മാറ്റണമേ, ദാരിദ്ര്യത്തെ നീ കീറിക്കളയണമേ യേശുവേ. എന്നെ നീ ഉപേക്ഷിക്കരുതേ, എന്നെ നീ കടാക്ഷിക്കണമേ, എന്നെ നീ നോക്കണമേ, നീ എന്നോട് കൂടെ നീ പോരണമേ യേശുവേ. സുജാശ്രീ എന്നാ സംഭവിച്ചു? ഒരു പ്രത്യേക ശക്തി വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ. താങ്ക് യു. മെയ് മാസം തീരും മുൻപ് തന്നെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ ഓപ്പൺ ചെയ്താൽ മാത്രമേ നീ പറഞ്ഞ പോലെ കുഞ്ഞിന്റെ വിഷയം നീങ്ങാൻ വരത്തുള്ളൂ. അങ്ങനെയല്ലേ പറഞ്ഞ യേശുവിനെ? കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞു? ഒരു ഓപ്പൺ വന്നാൽ മാത്രമേ എനിക്ക് കുഞ്ഞിനെ അവിടെ സ്കൂളിൽ വിടാൻ പറ്റത്തുള്ളൂ. അത് കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. മെയ് മാസം തീരും മുൻപ് തന്നെ അവനത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയിൽ കുറയരുത്. സമയം കിട്ടുമ്പോ ഒന്ന് സഭയിൽ ഒന്ന് കുത്തിയിട്ട് പ്രാർത്ഥിക്കുക. ലെവല് വേറെയാണ്. ഞാൻ പറയട്ടെ, കറക്റ്റ് പ്രാർത്ഥനയിൽ നിൽക്കാമോ? നിങ്ങളുടെ ലെവല് വേറെയാണ്. ലെവൽ ആകുന്നത് നമ്മൾ ലെവൽ ആക്കും. എങ്ങനെയാണ്? അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നത് എന്തിനാ കലങ്ങണം? കലങ്ങുന്ന കാരണം എന്താ അറിയാമോ?
പലപ്പോഴും ഭയം നമ്മെ അകറ്റും. പിതാവ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആദ്യം കൊടുക്കുന്നത് ഭയമാണ്. ഭയം കൊടുത്തിട്ട് അവൻ പറയും, നീ മരിച്ചു പോകും, അല്ലെങ്കിൽ നിന്റെ വസ്തുവൊക്കെ തകർന്നു പോകും, നീ ഇനി പച്ച പിടിക്കത്തില്ല, നീ ഇനി ഉയരത്തില്ല. അത് ഇങ്ങനെയാ, അത് ഇതെല്ലാം കൊണ്ട് നിന്നെ മണ്ടയ്ക്കകത്തോട്ട് പിതാവ് കൊടുക്കും. അപ്പൊ നീ എന്ത് ചെയ്യാമോ? ആ വഴിയിലോട്ട് തളർന്നു പോകുവാനിടയായി. ഒരു കാര്യം മാത്രം മനസ്സിലായി, വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ കുറെ കാര്യമുണ്ട് ഇവിടെ. വിളിച്ചവൻ വിശ്വസ്തനാണ്. വിളിച്ചവൻ വിശ്വസ്തനാണ്. അവന്റെ വിളിയിൽ തിരഞ്ഞെടുത്ത് മനസ്സിലാക്കും. നിങ്ങൾ കറക്റ്റ് ദൈവത്തെ ആരാധിച്ചാൽ കള്ള ആരാധന വേണ്ട, ഒറിജിനൽ. കള്ള ആരാധന ഉണ്ടെങ്കിൽ നീ തോറ്റു പോകും. യേശു കള്ളനല്ല, അവൻ സത്യമാണ്. അവൻ ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവൻ സത്യത്തിൽ ആരാധിക്കണം. വ്യാജ ആരാധനയ്ക്ക് യേശു വരത്തില്ല, നീ തോറ്റു പോകും. എനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ നടപ്പും ഇരിപ്പും കിടപ്പും ഒന്ന് ലെവലാക്കി അപ്പൊ ദൈവം നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കത്തില്ല. ഉറപ്പായിട്ട് പ്രവർത്തിക്കുന്നേ, ഉറപ്പായിട്ട് പ്രവർത്തിക്കും. പലപ്പോഴും ഞാൻ പറയുന്നില്ല, നടക്കത്തില്ല, പച്ച പിടിക്കത്തില്ല, ഇനി അങ്ങനെ ആകത്തില്ല, ഇങ്ങനെ ആകത്തില്ല, ഇതോടെ പോക്ക എന്ന് ആ ഏത് ചെവി കേൾക്കുന്നോ അത് നീ ആദ്യം ക്യാൻസർ ചെയ്യും. വേദപുസ്തകം എന്നോട് പഠിപ്പിക്കുന്നത് ഇങ്ങനെയല്ല, ഞാൻ നിന്നെ വാലല തലയാക്കുന്നു. അതിന്റെ അർത്ഥം മനസ്സിലായോ? വാലെന്ന് പറയുന്നത് അവസാന ഭാഗമാണ്, തല എന്ന് പറയുന്നത് തുടക്കമാണ്. അതിന്റെ അർത്ഥം വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞ അർത്ഥം നിന്നെ ഞാൻ തീർക്കുന്നവനല്ല, നിനക്ക് വേണ്ടി ഞാൻ തുടങ്ങുന്നവനാണ്. നിങ്ങളുടെ മനസ്സിനെ ഉള്ളിൽ ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങാൻ സ്ഥിതി മാറും. നിന്റെ വീണ്ടെടുപ്പുകാരൻ നിന്നെ ഇട്ട ഒരിക്കലും ഒരിക്കലും. അത് മാത്രമല്ലേ, നിന്നെ നിർമ്മിച്ച നാളിൽ അവൻ നിനക്ക് വേണ്ടി ഒരു ദിവസം കുറിച്ചു വെച്ചിട്ടുണ്ട്. അതുവരെ നീ ഭയമുള്ള ജീവിക്കും. പൗലോസിന്റെ വിഷയം കഥ ഇങ്ങനെ പറയുക, നിന്റെ തലയിലെ രോമം പോലും എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു. ദൈവം അറിയാതെ സംഭവിക്കത്തില്ല. ഒരു മുടി പൊഴിഞ്ഞു പോകാൻ ഡാഡി പറഞ്ഞിട്ടാ. അതിനോട് ഒരു ഭയങ്കര വെളിപ്പാട് വേദപുസ്തകത്തിൽ. നമ്മുടെ കേസിന്റെ പാട് മരണത്തിൽ വരുമ്പോ തന്നെ പ്രേത്യ ചോദിക്കുക, എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് പെർമിഷൻ ഇല്ലാതെ ചുക്കും ചെയ്യാൻ അല്ലേ? ആ വാക്കത നിന്റെ വായി വരാത്തത്. അത് എന്താ വരാത്തത്? Yes, the fire. ഞാൻ അഗ്നിയെ കൈമാറുന്നു. ഓ ചിലരവേ ശക്തിക്ക് വേണ്ടി ആരെങ്കിലും ദാഹിക്കുന്നവരുണ്ടെങ്കിൽ അവര് മാത്രം എണ്ണിച്ചാൽ എല്ലാവരും എണ്ണിക്കണ്ട, അവര് മാത്രം. ഓ ജാലവാല ധീരവാല വൈരവാല ധീര ഊടവാല ധീരവാല വൈരവാല ധീര ഊട വൈരവാല ധീര ധീര വൈരവ ഊടവാല ധീരവാല വൈരവാല ധീര ഊടല വൈരല ഊടല അഗ്നിയേ ജവന്യവ അഗ്നിയേ ജവന്യവ. സിസ്റ്റർ വാങ്ങി പങ്കാളി വാങ്ങി ശക്തി. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 41-ാമത് വചനം പറയുന്നത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി കഴിച്ചു പോകണം.
ഇവർ നിൽക്കുന്നു ശക്തിക്ക് വേണ്ടി. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവർ എന്ത് ചെയ്യാൻ പോകുന്നു? നഗരത്തിൽ പാർക്കുകയെന്ന് പറഞ്ഞു. ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. ചിലത് തെറിക്കുമ്പോൾ ശക്തി ഇറങ്ങട്ടെ. ശക്തി, ശക്തി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, തള്ളിക്കളയരുതേ, തള്ളി. ചുവന്ന കണ്ണുള്ള എന്റെ യേശുവേ, അഗ്നി കണ്ണുള്ള എന്റെ യേശുവേ, എന്നെ നീ തുടരണമേ. എന്റെ അപ്പ തൊടുകയാണ്, എന്റെ അപ്പ തൊടുകയാണ്, എന്റെ അപ്പ തൊടുന്നു. അഗ്നി കണ്ണുള്ളവൻ ഏഴ് വിളക്കിൻ നടുവിൽ മാറത്ത് കൊണ്ടത്ത് കാണും യേശുവേ, ആദ്യനും യേശുവേ, സ്തുതികൾ പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലീവ സിസ്റ്റർ യേശു തുടങ്ങിയിരുന്നേ ഇപ്പോൾ. ഹല്ലേലൂയ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ യേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ ശോഭിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു കൊടിയ കാറ്റുകൾ ഇറങ്ങി വരട്ടെ. അങ്ങനെയാണെങ്കിൽ സ്വർഗം തുറക്കുന്ന തീയഭിഷേകം, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന തീയഭിഷേകം. Right now, Jesus, fire! Feel fire! ശക്തി, ശക്തി, ശക്തി വരുന്നുണ്ട്, വരുന്നുണ്ട്. ഏറ്റ് കളിക്കുന്നവനെ യേശപ്പാ, 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 എന്റെ ദൈവമേ, എന്റെ ദൈവമേ, യേശപ്പാ, ജീവനുള്ള ദൈവമേ, ജീവനുള്ള ദൈവമേ, അവരുടെ കാര്യം ചില തൊട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ അവൻ ചില സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ചില ഭൂതങ്ങൾ അവൻ വെട്ടി അടക്കുന്ന ചിലരകത്തുന്നുണ്ട്. ചില വീടുകളിൽ വസ്തു സംബന്ധമായി യേശുവോട് ചോദ്യം ചെയ്യിച്ച പൈസ അവരുടെ കയ്യിൽ കൊടുക്കാൻ പോകുന്നു. അത് വിശ്വാസത്തോടെ ദാഹത്തോടെ നമുക്ക് ഈ ആട്ടിന് അത്ഭുതം നടക്കുന്നു. വിൽക്കാനുള്ള വിൽക്കട്ടെ, വാങ്ങാനുള്ള വാങ്ങട്ടെ, ചെയ്യാനുള്ള ചെയ്യട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ. മനസ്സിനകത്ത് മടുപ്പ് തരുന്ന വിവാഹത്തെ വ്യക്തി മാറ്റിക്കൊണ്ട് ദാഹവും നല്ലതും തേടി വരട്ടെ. വിശ്വസിക്കുന്നവരാണ് ഈ വക അടയാളം നടക്കട്ടെ. രോഗത്തിന് പോരുകൾ, തലമുറയെ കാമ പിടിച്ചുകൊടുത്ത പോരുകൾ, വെല്ലുവിളികൾ മുറിയട്ടെ. പിടിയുടെ
പുറപ്പെടുക ശക്തി, ശക്തി പുറപ്പെടുക. യെസ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. ദാഹത്തോടെ, 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 ആ ദാഹത്തോടെ തേടി വന്നവരെ, തേടി വന്നവരെ ശക്തി, ലൈസാമോയെ വഹിക്ക ശക്തി. നിനക്ക് വിരോധമായിട്ടുള്ള മേഖലകളെ കർത്താവ് എന്നേക്കുമായി വെട്ടിക്കളയുന്നത്. പൂവന്മാരെയും അതിൽ എല്ലാവരെയും വെട്ടി ദൂരെ കളയുന്നവർ ശക്തി ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. യാഥാർത്ഥ്യ വാങ്ങി പിതാവിന് അവസരം കൊടുക്കാതെ പൂർണ്ണങ്ങളെ ജയിക്കുവാൻ മനസ്സാലട്ടുന്ന പോരുകൾ, മനസ്സാലട്ടുന്ന പോരുകൾ, മക്കളെന്ന് താങ്ങാൻ പറ്റാത്ത വേദനകൾ ഇളകി മാറട്ടെ. യാഥാർത്ഥ്യ ഉച്ചങ്ങൾ ഉള്ള കാലുകൾ തീയവയ്ക്ക്, തീയവയ്ക്ക്, തീയവയ്ക്ക് തലക്കുള്ള പെരുപ്പും നെറ്റിന്റെ ഫലാനവും കല്ലാളിനെയും വെട്ടിമാറ്റുന്ന തീയഭിഷേകം ആരോ ഏറ്റുവാങ്ങുന്നു. ശക്തി ഏറ്റെടുക്കുന്നു, ശക്തി ഏറ്റെടുക്കുന്നു. ദൈവം ഇറങ്ങിയാൽ, ദൈവം തൊട്ടാൽ, ദൈവം തൊട്ടാൽ രാധാനിയുടെ മടുപ്പ് മാറട്ടെ, മടുപ്പ് മാറട്ടെ, മരണത്തിന്റെ മാറട്ടെ, മാറട്ടെ. അഗ്നിനദിയേ, അഗ്നിനദിയേ, എന്റെ മേൽ ഒഴുകുക. അഗ്നിനദിയേ, അഗ്നിനദിയേ, എന്റെ മേൽ ഒഴുകുക. ചില രോഗത്തിന്റെ പോരുകൾ, ഭയത്തിന്റെ പോരുകൾ, പിതാവിന്റെ പോരുകൾ, മന്ത്രവാദ ശക്തികൾ, മനസ്സാരട്ടിക്കൊണ്ടിരിക്കുന്ന പോരുകൾ. ഞാൻ പച്ച പിടിക്കത്തില്ല, ആസൂത്രി പച്ച കൊണ്ട് മുഖ്യത്തേ ഉള്ളൂ എന്ന് പറയുന്ന വാക്കുകളെ വെട്ടി മാറ്റിക്കൊണ്ട് ജഗത്തിന്റെ കരം നിറങ്ങുകയാണ്. യേശുവിന്റെ രക്തമായി, യേശുവിന്റെ അഗ്നിയായി നിറഞ്ഞു വരികയാണ്, നിറഞ്ഞു വരികയാണ്. ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ മരിക്കത്തില്ല. യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ പോകത്തുള്ളൂ. ആരോ ഏറ്റെടുക്കുന്നു, ഏറ്റെടുക്കുന്നവർ സംഭവിക്കട്ടെ. യേശുവേ, യേശുവേ, എന്റെ ദൈവമേ, യേശുവേ, യേശുവേ, എല്ലാവരുടെ സമാധാനം വരട്ടെ, സന്തോഷം വരട്ടെ, വിടുതൽ വരട്ടെ, ശക്തി വരട്ടെ. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരും, ശക്തി വരും. വരുമെന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? പ്രതികരണം, എന്റെ വീട് ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. എന്റെ വീട് ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കത്തില്ല, ജയിക്കത്തില്ല. ശക്തിയുടെ വില ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പിതാച ജയിക്കാനുള്ള ശക്തിയിലാകാമെങ്കിൽ പിന്നെ ഒരു നാളും നിങ്ങൾ കാണുന്നില്ലേ, ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണിപ്പോൾ. മേൽച്ചി ശക്തി വന്ന്, മേൽച്ചി ശക്തി വന്ന് Yes,
ശക്തി വാങ്ങി, ശക്തി ശക്തി വാങ്ങണേ. പിന്നെ എന്താണ്? ദൈവം എനിക്ക് തന്ന ഞാൻ അനുഭവിക്കും. എനിക്ക് തന്ന ശക്തിയെ ഞാൻ തന്നെ അനുഭവിക്കും. ഇത് അഗ്നിയുടെ ശക്തി. ഈ സഹോദരനെ കേട്ടാൽ ഞാൻ ആർത്തുവിടുന്നപ്പോൾ ഭയത്തിന്റെ ആത്മാവ് വെട്ടിവിടുകയാണ്. തലമുറ ഭക്ഷ പിടിക്കട്ടെ, കടവാറ ചിത്രം മുറിച്ചു വിടുന്നു. വീട് തകർക്കുന്ന പോലുകളെ ഇന്ന് പകൽ മുറിക്കായി മാറ്റി. ഇനി നിനക്ക് വീഴ്ചയില്ല, ഇനി നിനക്ക് ജയത്തിന്റെ ശക്തി. യേശുവേ, യേശുവേ. ഏലിയാവിന് ദൈവത്തിന് അഭിഷേകം. ശക്തി 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 ശക്തി. നോക്ക്, നിങ്ങൾ ആരാധിക്കുന്നു, എന്റെ ഫ്രണ്ടിൽ ആരാധിക്കുന്നു. നോക്ക്, നോക്കി ആരാധിക്കുന്നു. എല്ലാ വസ്ത്രം എന്റെ ഉള്ളിൽ സന്തോഷം. എല്ലാ വസ്ത്രനാരിയായി എന്റെ ഡാഡി എന്റെ ഫ്രണ്ടിൽ വന്നാൽ എനിക്ക് സന്തോഷം വരും. ഞാൻ ഒരിക്കലും തോറ്റു പോകത്തില്ല. എന്റെ വിഷയങ്ങളെല്ലാം ഞാൻ ജയിക്കും, ഞാൻ എല്ലാം ജയിക്കും. എന്റെ ശത്രുക്കൾ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. ആ വചനം പാസാക്കുകയാണ്. ശക്തിക്കായി ശക്തിക്കായി പാസാക്കുക. എല്ലാവരും സമർപ്പിക്കണം, എല്ലാവരും സമർപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. അവൻ എന്താ സംഭവം? സൈഡിൽ പറ, വേഗത്തിൽ പറ. എന്റെ കാലിൽ കൂടെ എന്തോ ഒരു ശക്തി കയറി വരുന്ന പോലെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കരമായിട്ടൊരു ഒരു തീ പോലായിരുന്നു. ദേഹം ചുട്ടു പൊള്ളുന്ന പോലെ ഒരു സ്തോത്രം. അടുത്തത് സ്തോത്രം. പിന്നെ ഭയങ്കരമായ ശക്തി ഇറങ്ങിയപ്പ ഒരു കൊടുങ്കാറ്റ് പോലെ എന്നെ ആഞ്ഞടിച്ചു കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശക്തിയുള്ള ഒരു കാറ്റായിരുന്നു വീശിക്കൊണ്ടു പോകുന്നത്. അപ്പൊ ആ ദൈവത്തിന് നന്ദിയപ്പോ. എന്റെ അപ്പച്ചൻ ഇറങ്ങി വന്നു, എന്നെ തൊട്ടു കലോടി. എന്റെ അപ്പച്ചൻ ഇറങ്ങി വന്നു. 2-3 പ്രാവശ്യം നമുക്ക് എന്റെ അപ്പച്ചൻ ഇറങ്ങി വന്നു. എന്റെ അപ്പൻ ഇറങ്ങി വന്നു, എന്നെ എന്റെ അപ്പൻ സൗഖ്യമാക്കി. വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം. അവന്റെ ശക്തി വലുതാ, അവന്റെ ബലം വലുതാ, അവന്റെ കൃപ വലുതാ. അതിനെക്കാട്ട് അവൻ വലിയവനാണ്. എന്റെ അപ്പായെ വിളിച്ച് പ്രാർത്ഥിച്ചവൻ തോറ്റുപോയതാ ചരിത്രം പറയുന്നത്. ജയിച്ച കൂട്ടങ്ങൾ, ജയിച്ച കൂട്ടങ്ങൾ അവർ ഹല്ലേലൂയ പാടുക സ്വർഗ്ഗം തന്നെ. താങ്ക് യു. നല്ല ഒരു ശക്തിയും പറഞ്ഞിരുന്നാട്ടെ. നല്ല ഈ ബലം പോരാ, മറ്റേ ഇനി വേണം. ബലം ഇനി വേണം. സന്തോഷമാണ്. അടുത്ത പിന്നാലെ കൊടുക്കും, വീണ കൊടുക്കും, കൈ കൊടുക്കും. ശക്തി വലിയൊരു അഗ്നി വലയത്തിനകത്തേക്ക്
കർത്താവിന്റെ ഒരു സാന്നിധ്യത്തിന്റെ ഒരു സ്പ്രിങ് എങ്ങനെയാണെന്ന് അകത്തിയിട്ട് അടുപ്പിക്കണം, അതുപോലെ ഒരു പിടിച്ച് അടുപ്പിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പോലെ. കാരണം വലിയൊരു അഗ്നിയുടെ വലയം കൊണ്ട് തന്നെ മൂടുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വെള്ളി പ്രകാശം എൻ്റെ തലയ്ക്ക് ചുറ്റും നിൽക്കുന്നതായി ഞാൻ കണ്ടു. വെള്ളാവസരമാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും വലിയൊരു വ്യത്യസ്തമായിട്ടൊരു അനുഭവം, ഒരു വലിയൊരു പവർ എൻ്റെ മേൽ വന്ന് വീണത് ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റത് തന്നെ അവൻ വലിയൊരു സമാധാനം എന്ന് പാൽക്കാലം എനിക്കുണ്ടായി. ആ പ്രോഗ്രാം സാറ്റി കൊടുക്കണേ. എന്താ സംഭവിച്ചത്? സ്നേഹിക്കാനും പറ്റുന്നില്ല. അങ്ങ് ഭയങ്കര ഒരു സാന്നിധ്യമല്ല, അഗ്നിവലയത്തിൽ തന്നെയായിരുന്നു. വേറെ ഒന്നും കണ്ടില്ല, നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും പിന്നാലിരിക്കുന്നവർ എനിക്ക് എന്റെ അനുഭവപ്പെട്ടു എന്ന് പറയാനുണ്ടെങ്കിൽ എനിക്ക് പറയാം. ആരെയും ഉണ്ടോ? അല്ലെങ്കിൽ പ്രാർത്ഥന 3 കൂട്ടം വെളിപ്പാടാണ് ദൈവാത്മൻ തന്നത്. ഞാനൊരു വലിയൊരു വചനവുമായിട്ടൊക്കെ വന്നതാ. പക്ഷെ ഇവിടെ വന്ന ഡാഡി എന്ന് പറഞ്ഞു, നീ ഇത് പറഞ്ഞാൽ മതി എന്നുള്ള കാര്യത്തെ ഓർപ്പിച്ച്. രാവിലെ തന്ന വചനം തന്നെയാണ്, പക്ഷെ അത് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്നപ്പോ അവൻ പറഞ്ഞു 2-3 അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നതെന്ത്. ഇപ്പൊ ഇവിടെ എന്തുമാത്രം മുറക്കൾ നടന്നു എനിക്കറിയാമല്ലോ അല്ലേ? നിങ്ങളുടെ ഹൃദയം സംശയം കൊണ്ട് പൊങ്ങുന്നത്. സംശയം പാടില്ല, ഒന്നും പാടില്ല. ഓക്കെ, 3ാമത് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോണം. ശക്തിയില്ലാതെ നടക്കത്തില്ല. ചുമ്മാ വചനം കേട്ടിട്ട് പോയി ഉറങ്ങിയടിച്ച് പോയാൽ ഒന്നും സ്വർഗത്തിൽ പോയി നടക്കത്തൊന്നുമില്ല. ശക്തി ധരിക്കണം, എല്ലാവരും ധരിക്കണം. ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്ന് യേശു പറഞ്ഞു. അനന്തരം അവൻ അവരെ വായിക്കാമോ? കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ശക്തി പ്രാപിക്കുമ്പോഴാണ് അനുഗ്രഹം തരുന്നത്. സ്വർഗാരോഹണം ചെയ്തു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വിടുവാനുള്ള വിടണം, എടുക്കണം. ദൈവത്തോട് പറ്റു ചേർന്നിരുന്നാൽ നീ ഏത് മേഖലയിൽ പോയാലും അവൻ. യാക്കോബിന് കറുത്ത പൊള്ളിയും മറുകുമുള്ള ആടെയാണ് യാക്കോബ് തിരഞ്ഞെടുത്തത് ലാബാന്റെ കയ്യിൽ. പക്ഷേ പിന്നെ ഉള്ള തുറപ്പ് എന്ന് പറഞ്ഞ എല്ലാം യാക്കോബിന്റെ സൈഡാണ്. ദൈവത്തിന്റെ അത്ഭുതം ഭയങ്കരമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ വിശ്വസിക്കുന്നേ, അതുപോലെ നിനക്ക് സംഭവിക്കുന്നേ. ആര് നമുക്ക് സംഭവിക്കാതെ നമ്മുടെ കയ്യിരിപ്പിന്റെ വിഷയമാണ്. നമ്മുടെ കയ്യിൽ എവിടെയോ ചാണക ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് സ്മെല്ല് വരാനുള്ള കാരണം. ചാണകത്തെ കുടഞ്ഞ കയ്യെ കഴുകി നോക്കി ഒരു സുഗന്ധമാണ്. ഇതാദ്യം മനസ്സിലാക്കിയോ. നിങ്ങൾ ശക്തിയിലോട്ട് പോകും, ബലത്തിലേക്ക് പോകും. ആരെയും കൊണ്ട് സാക്ഷ്യം പറയാം ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അടിച്ചാൽ സമയം 1 നിമിഷം ആദ്യം. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തു ബലപ്പെടുക. ഈ വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കും. കർത്താവേ, നല്ല സമയത്തിനായി, നല്ല കൃപയ്ക്കായി, നല്ല അനുഗ്രഹത്തിനായി, നല്ല കൂട്ടായ്മയ്ക്ക് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അവരുടെ വിഷയങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, നല്ല സമാധാനം വരട്ടെ, നല്ല സന്തോഷം വരട്ടെ, നല്ല വിടുതൽ വരട്ടെ, നല്ല അനുഗ്രഹം വരട്ടെ, നല്ല ഉയർച്ച. നാം എല്ലാം പ്രാർത്ഥിക്കും. വിഷയങ്ങൾ വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്ത അടയ്ക്കുകയും ചെയ്യുന്ന സ്വർഗ്ഗസ്ഥപിതാവേ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം 4-ാം മാസം 27-ാം ദിവസം ഞങ്ങളെ ഞങ്ങളെ കൂട്ടി വരുത്തി കൃപയ്ക്കായി. സ്വർഗ്ഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമാകുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ കർത്താവെ അല്പസമയം സ്തുതിപ്പാനും പാടുവാനും വാഴ്ത്തുവാനും കർത്താവെ അങ്ങയുടെ വചനം ശ്രമിക്കുവാനും സമയത്തിനായി കർത്താവെ ഹല്ലേലൂയ, സ്തോത്രം. നല്ലൊരു സങ്കീർത്തനം, നല്ലൊരു ആരാധന തന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായി ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ ഓരോ കുടുംബത്തെയാളം പ്രതിയായി പേരായി കരങ്ങൾ ഏൽപ്പിക്കുന്നവരുടെ വിഷയങ്ങളെല്ലാം കരങ്ങൾ ഏൽപ്പിക്കുന്നതാണ്.
കർത്താവേ രോഗത്താൽ വലതുണ്ട്, പൈശാചികത്താൽ വലതുണ്ട്, കർത്താവെ കടഭാരത്താൽ വലതുണ്ട്, കിടപ്പാടമില്ല വലതുണ്ട്, കുഞ്ഞുങ്ങളില്ല വലതുണ്ട്, വിവാഹപ്രായമായിരിക്കുന്നു. കർത്താവെ അവരുടെ ആവശ്യങ്ങളെ എല്ലാം കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആണ്ടുകൾ കഴിയുമ്പോൾ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണേ, ആണ്ടുകൾ കഴിയുമ്പോൾ വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം കർത്താവെ ഹല്ലേലൂയ നല്ല നിലത്ത് വീണ വിത്തായി തീരുവാൻ സഹായിക്കും. യഹോവയുടെ ഇടയിലാണ് എനിക്ക് മുട്ടുണ്ടാകില്ല, പശ്ചാപുൽപ്പങ്ങൾ അതിനെ കിടന്ന് സ്വസ്ഥയുള്ള വെള്ളത്തിന് അരികത്തെ നടത്തുന്നുള്ള വചനം ഞങ്ങൾ കേട്ടല്ലോ. കർത്താവെ ആ സങ്കീർത്തനം ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി ഹല്ലേലൂയ സ്തോത്രം. വിരുദ്ധ ശക്തി ലഭിക്കുവാൻ നിങ്ങൾ നഗരത്തിൽ പാർക്കുമെന്ന് യേശു പറഞ്ഞതുപോലെ കർത്താവെ നഗരത്തിൽ പാർക്കും കർത്താവെ, നിന്റെ വേല ചെയ്യുവാൻ കർത്താവെ, നിന്നോട് കൂടെ ജീവിപ്പാൻ കർത്താവെ കൃപ കൊടുക്കണമേ. യഹോവ ക്ഷീണിച്ച് ശക്തി നൽകുന്നു, ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോയി, യൗവനക്കാർ എഴുതിയെങ്കിലും യഹോവയെ കാത്തിരിക്കും ശക്തിയെ പുതുക്കുമെന്ന് ഞങ്ങളുടെ വചനമുണ്ടല്ലോ കർത്താവ്. ആ തിരുവചനം ഓരോരുത്തരിലും നിവർത്തിക്കുന്ന കൃപയ്ക്കായി നിങ്ങൾ ഭയപ്പെടാൻ, ഞാൻ നിന്നോട് കൂടെ പ്രവചിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിയായിരിക്കും, ഞാൻ നിന്നെ സഹായിക്കും ഞങ്ങളുടെ വചനമുണ്ടല്ലോ കർത്താവ്. ഓരോരുത്തരെയും ശക്തിയായിട്ട് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിലായിരിക്കുന്നവരെല്ലാം കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവയുടെ വിഷയങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, ബലപ്പെടുത്തണ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത മാസം 29-ാം തീയതി കർത്താവെ ഹല്ലേലൂയ, അടുത്ത മാസത്തെ കർത്താവെ ഫംഗ്ഷന് എല്ലാവരും അതെല്ലാം സംബന്ധിക്കുവാൻ കർത്താവെ അവർക്ക് മനസ്സും ബുദ്ധി കൊടുക്കണം. യാത്രയെ കൂടെ ഇന്ന് കർത്താവെ ഹല്ലേലൂയ ആപത്തനങ്ങളെല്ലാം വിടുവിക്കുന്ന കൃപയ്ക്ക് അയച്ചു. എല്ലാ സഭയും കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ വിഷയങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ, ബലപ്പെടുത്തണേ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പാസ്റ്ററേയും കുടുംബത്തെയും കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേട്ട വചനം കർത്താവെ നല്ല നല്ല വീണായി വിത്ത് കർത്താവെ അത് 30, 60, 100 മേനി വിളയുവാൻ കർത്താവെ സഹായിക്കും. ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നു, പിരിഞ്ഞു പോകാത്ത ഒരു നാഥൻ ഞങ്ങളോട് കൂടെ ഉണ്ടായി. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ശാസ്ത്രായനായ യേശുവിന്റെ നാമം താഴ്മയാപേക്ഷിക്കുന്നു, കൃപയുടെ കെട്ടുത്തമാണമേ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, നമ്മെ തൊട്ടതിനായി സ്തോത്രം, വിട്ടുപിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇന്ന് കാണുന്ന എല്ലാവരെയും, ആദ്യമായിട്ട് വന്ന എല്ലാവരും അനുഗ്രഹിച്ച സ്തോത്രം, ഭംഗിയാക്കിയതിനായി സ്തോത്രം. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും പരിശുദ്ധാത്മാവും നിന്റെ കൂട്ടായ്മ നിന്റെ മക്കളോടും നിന്റെ മക്കളുടെ എല്ലാ വിശുദ്ധ പ്രസൻസ് ഇന്ന് നിങ്ങൾ ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയനെന്ന കർത്താവിന് വേഗം സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. ഇമെയിൽ firegardenpta@gmail.com.